എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഇത് മലയാള ഗവേഷണത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അതിനകത്ത് എങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെ സന്നിവേശം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് അത് തന്നെയല്ലേ സത്യ വിഷയം എന്ന് പറയുന്നത്. മലയാള ഗവേഷണം സാങ്കേതിക വിദ്യ ഓടി ഇതിലേക്ക് വന്നതുകൊണ്ടുള്ള അതെ മാഷ. ഹലോ അല്ലേ? അതെ, സാങ്കേതിക വിദ്യയും പിന്നെ മലയാള ഗവേഷണം. ഓക്കെ, രണ്ട് വ്യത്യസ്ത വിഷയങ്ങളായിട്ട് തോന്നിയിരിക്കുന്നതാണ് സംശയം. റിസർച്ച് ഇൻ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇതിനകത്ത് മലയാളം അല്ലാത്ത മലയാളം എന്ന് പറഞ്ഞ ഡിസിപ്ലിനകത്ത് അല്ലാത്ത റിസർച്ചേഴ്സ് ഉണ്ടോ? എല്ലാവർക്കുമായിട്ട് പൊതുവായിട്ട് വെച്ചതാണ് മാഷ, മലയാളംകാരും മാത്രമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ മലയാളം റിസർച്ചിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഏരിയ ഒന്ന് ചെറുതാക്കിക്കൊണ്ട് മറ്റു ഏരിയ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ മറ്റേ ഏരിയ വികസിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടോപ്പിന് ഉള്ള ഒരു വിഷയമേഖല അല്ല ഇത്. അതിനകത്ത് കുതിക്കെടുക്കുക എന്നുള്ള പ്രയാസമാണ്. പുതിയൊരു കോഴ്സുകൂടെ പക്ഷെ പൂർത്തീകരിക്കേണ്ടതാണ്. പ്രായോഗിക പരിശീലനങ്ങളടക്കം അത്തരം മേഖലകളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ കർമ്മം പോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. സാമാന്യമായിട്ട് അതിനെക്കുറിച്ചൊന്ന് സ്പർശിച്ചു പോവുകയാണ്. ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ കൂടുതൽ ആവശ്യങ്ങളുള്ളവർ പിന്നീട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. കാരണം ഈ പറയുന്ന ഡിജിറ്റൽ റെപ്പോസിറ്ററികളെയോ അല്ലെങ്കിൽ നോളജ് റെപ്പോസിറ്ററികളെയോ റിസർച്ച് ടൂളുകളെയോ ഒന്ന് പറഞ്ഞു പോകാനുള്ള സമയം നമുക്ക് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെ മേഖലകളായി തിരിച്ച് കാറ്റഗറൈസ് ചെയ്യുകയും ഇതിന് ചില സാധ്യതകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുക. അതിന്റെ തുടക്കത്തിൽ മലയാള ഗവേഷണത്തിനെ സംബന്ധിച്ച് ഞങ്ങളാണ് വോയിസിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് ചോദിച്ചത്. ഞാനൊന്ന് ഒരു മിനിറ്റ്. അപ്പോൾ ആ ഒരു മലയാള ഗവേഷണത്തിന്റെ ഒരു ചരിത്ര പദ്ധത്തിൽ നിന്നുകൊണ്ട് മലയാള ഗവേഷണം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ, സാഹിത്യം, സംസ്കാരം, അതുപോലെ കേരള പഠനം എന്നൊക്കെ പറയുന്ന വലിയ മലയാള ഭാഷയിൽ നടക്കുന്ന ഒരു ഗവേഷണം എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമല്ല, മറ്റു എനിക്ക് തോന്നുന്നത് പുതിയ സാമൂഹ്യ മാനവിക വിഷയങ്ങൾക്കകത്താണ് മലയാളം എന്ന് പറയുന്ന ഒരു ജ്ഞാനമണ്ഡലവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഒരു പക്ഷേ കുറെ കൂടെ കാര്യക്ഷമമായി നടക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിന്റെ മേഖലയിലൊക്കെ വലിയ ഗവേഷണങ്ങൾ ഇപ്പോൾ മറ്റു മേഖലകളിൽ, പൊളിറ്റിക്സിന്റെ മേഖലയിൽ, ഹിസ്റ്ററിയുടെ മേഖലയിൽ, ആർക്കിയോളജിയുടെ മേഖലയിലൊക്കെ നടക്കുന്നത്. ഇതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ മലയാള കേരള പഠനം എന്ന് പറയുന്നത് വലിയൊരു ജ്ഞാന പദ്ധതിയുടെ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ മൊത്തം സംസാരിക്കുന്നത്. അല്ലാതെ മലയാളം MA അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഒരു മണ്ഡലത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല. അപ്പോൾ അതിന്റെ ഒരു സാമാന്യമായ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായി എന്താണ് ഇപ്പോൾ ഗവേഷണം നേരിടുന്ന പൊതുവായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് 2024 ഇപ്പോൾ ഗവേഷണം തുടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത മുന്നത്തെ വർഷങ്ങളിൽ ഗവേഷണം തുടങ്ങിയ ആളുകൾ എന്ന രീതിയിൽ എന്താണ് പുതിയ ഗവേഷണം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന ഒരു സംഗതിയിൽ നിന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്ന് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകാം എന്ന് മലയാള പഠനത്തിന്റെ സവിശേഷ പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ നമുക്ക് നോക്കി കാണാം എന്നതിലേക്ക് വരാമെന്ന് തോന്നുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയാണ് UGC പുതിയ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന കാര്യമായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ ഈ ഒരു ദശകത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് പുതിയ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ 2024 അക്കാദമിക വർഷം തൊട്ട് കേരളം അടക്കമുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിൽ വരികയും അതിന്റെ ഭാഗമായി 4-year ഡിഗ്രി പോലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരികയും ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് BA വിത്ത് റിസർച്ച് എന്ന് പറയുന്നതും BA വിത്ത് ഓണേഴ്സ് എന്ന് പറയുന്ന രണ്ട് സ്ട്രീമുകൾ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ ഉണ്ടാവുകയും അതിന്റെ ഒരു സപ്ലിമെന്ററി കോഴ്സസ് എന്നോ അല്ലെങ്കിൽ അഡ്വാൻസ് കോഴ്സസ് എന്നോ രീതിയിലേക്ക് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ മാറുകയും ചെയ്യുന്ന, നേരത്തെ ഉണ്ടായിരുന്ന 3+2 എന്ന് പറയുന്ന ആ ഒരു ഘടനയെ പക്ഷേ 4+1 എന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ 3+2 എന്ന് നിലനിൽക്കുന്ന ഘടനയിലേക്കൊക്കെ മാറുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം കടന്നു പോകുന്നത്. ഇതിന്റെ ഭാഗമായി BA വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു സ്ട്രീമിലേക്ക് പോകുന്ന ആളുകൾക്ക് റിസർച്ചിലേക്ക് നേരിട്ട് പോകാം എന്ന ആ ഒരു സംഗതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കുറച്ചുകൂടെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നെറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നെറ്റ് എന്ന് പറയുന്നത് അധ്യാപന
ത്തിനുള്ള ഒരു യോഗ്യതയായിരുന്നെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ആ ഏജൻസി തന്നെ മാറാൻ പോവുകയാണ്. ആ നെറ്റ് പരീക്ഷ എന്ന് പറയുന്ന അധ്യാപകരാകാനുള്ള യോഗ്യതയും അതിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട വളരെ എക്സലന്റ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് റിസർച്ചിന്റെ പാത്വേയിലേക്ക് പോകാവുന്ന രീതിയിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയിലുള്ള ആ രീതിയിലൊരു ഫിൽട്ടറിംഗ് എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഉണ്ടായിരുന്ന നെറ്റിന്റെ ഘടനയെങ്കിൽ ഇനി വരാൻ പോകുന്ന നെറ്റിന്റെ ഘടന നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതായത് നെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ റിസർച്ചിന്റെ ഒരു യോഗ്യതയായിട്ട് മാറുകയും അവിടെ PG എന്ന് പറയുന്ന അടിസ്ഥാന യോഗ്യതയല്ലാതായിട്ട് മാറുകയും PGO either PG or 4 year UG ഉള്ള UG വിത്ത് റിസർച്ച് ഉള്ളവർക്ക് നെറ്റ് പരീക്ഷ എഴുതാൻ കഴിയാവുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. നേരത്തെ ഉണ്ടായിരുന്ന നെറ്റ് പൊതുവായ നെറ്റ് ആയിരുന്നെങ്കിൽ 4 year വിത്ത് റിസർച്ചിനെ ഉള്ള ആളുകൾ നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് അധ്യാപനത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നില്ല. അവർ റിസർച്ചിലേക്ക് നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം നമ്മൾ അധ്യാപനത്തിന്റെ ഭാഗമാണ് ഗവേഷണം എന്ന രീതിയിലാണ് ഇന്ത്യയിൽ 1984 ഇന്ത്യയിൽ ഗവേഷണത്തെ സംബന്ധിച്ച എന്തെങ്കിലും ഗൗരവതരമായ ഒരു ഇടപെടൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UGC അതിനുവേണ്ടി 1959 സ്ഥാപിതമായ UGC എത്രയോ ദശകങ്ങൾ കഴിഞ്ഞിട്ടാണ് റിസർച്ച് എന്ന് പറയുന്ന ഒരു മേഖലയെ ഫോക്കസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു നടപടി അതുമായി ബന്ധപ്പെട്ട ആദ്യ ഗൈഡ് ലൈൻ ഉണ്ടാവുന്ന 80s അതിന്റെ തുടർച്ചയിലാണ് ഈ നെറ്റ് പോലുള്ള JRF പോലുള്ള സാധനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 90കളുടെ തുടക്കത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ചരിത്രം അറിയാവുന്നവർക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഗവേഷണ മേഖലയിലേക്ക് ഒരു ശ്രദ്ധ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വന്നപ്പോഴും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ അധ്യാപന പരിപാടികളുടെ ഭാഗമായിട്ടുള്ള സംഗതിയായിരുന്നു ഗവേഷണം എന്ന് പറയുന്നത്. ഗവേഷണത്തിന് വേണ്ടി മാത്രമുള്ള സ്ഥാപനങ്ങൾ എന്നത് പിൽക്കാലത്താണ് അത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ക്രമേണ ഈ ഒരു പുതിയ മാറ്റത്തോടുകൂടി 2 പാത്വേകളിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മാറുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നു. ഗവേഷണം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമുക്കറിയാം, ഒരു പക്ഷേ ഈ പറയുന്ന 2000ത്തിന്റെ തുടക്കത്തിലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വലിയ റിസർച്ച് പ്രോജക്റ്റുകളും ഫണ്ടിങ് ഏജൻസികൾ ഉണ്ടായിരുന്നു, റിസർച്ച് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, അവിടെ സ്ഥിരം റിസർച്ച് അസിസ്റ്റന്റുകളും റിസർച്ച് അസോസിയേറ്റുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഗവേഷണം എന്ന് പറയുന്നതും അധ്യാപനം എന്ന് പറയുന്നത് പാരലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പക്ഷേ കഴിഞ്ഞ 10-15 വർഷമായിട്ട് മലയാളം അടക്കമുള്ള മേഖലകളിൽ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഫണ്ടിങ് ഏജൻസികളോ പ്രോജക്റ്റുകളോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മുഴുവൻ സമയ ഗവേഷകരായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഉപജീവനമായിട്ട് തന്നെ ഗവേഷണത്തെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് മലയാള കേരള പഠനം പോലുള്ള വിഷയങ്ങൾക്കകത്ത് അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് 10-15 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അധ്യാപനത്തിന് വേണ്ട ഒരു അധിക യോഗ്യതയായിട്ടോ പ്രൊമോഷന് വേണ്ടിയുള്ള അധിക യോഗ്യതയായിട്ടോ മറ്റെന്തെങ്കിലും സംഗതികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും ഗവേഷണത്തെ കാണുന്നത്. എന്നാൽ ഒരു പക്ഷേ ഇനി നമുക്ക് വരാൻ പോകുന്ന കാലത്തിൽ ഗവേഷണം വേറെ തന്നെയായി മാറുകയും അധ്യാപനം വേറെ തന്നെയായി മാറുകയും ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള നെറ്റുമായി ബന്ധപ്പെട്ട UGCയുടെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് ഈ മാറ്റങ്ങളുടെ തുടർച്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയി സംഭവിച്ചത് എന്താണ് എന്ന് സൂചിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പ്രധാനമായിട്ടും നമ്മുടെ ഈ റിസർച്ചിന്റെ മേഖലയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി മലയാള ഗവേഷണത്തിനകത്ത് അത് എങ്ങനെ ബാധിക്കുന്നു എന്നൊരു സംഗതിയിലേക്ക് വരാൻ തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു പ്രസന്റേഷൻ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 2 പ്രസന്റേഷനുകളിലൂടെ ഈ വിഷയത്തെ അവതരിപ്പിക്കുക. എന്തൊക്കെയാണ് ഇന്ന് ഗവേഷണം പൊതുവായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്ന് ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ പറയുന്നത് പോലെ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറുകയും ഇപ്പോൾ നമുക്ക് UGCയുടെ കീഴിലോ അല്ലെങ്കിൽ CSR UGC പോലുള്ള വ്യത്യസ്ത ഏജൻസികൾക്ക് കീഴിലാണ് ഇനി ഗവേഷണം നടന്നിരുന്നെങ്കിൽ ഇനി ഗവേഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഏജൻസി അത് ഇതുവരെയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഗവേഷണം മാത്രമുള്ള ഒരു ഗവേഷണത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന നിരവധി കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ ഗവേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിലുള്ള ഈ പബ്ലിക്കേഷനുകളും എല്ലാം ചേർന്ന വലിയ ഒരു റിസർച്ച് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്ന ഒരു നാഷണൽ റിസർച്ച് ഏജൻസി, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന രീതിയിൽ NRF എന്ന ഒരു ഏജൻസിയിലേക്ക് നമ്മുടെ എല്ലാ ഗവേഷണങ്ങളും മാറുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ UGC JRF പോലുള്ള കാര്യങ്ങളല്ല, ഇനി നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും ഇന്ത്യയിലെ മുഴുവൻ എല്ലാ മേഖലയിലും ഗവേഷണങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മുടെ NHARC പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ NAC പോലെയൊക്കെയുള്ള വ്യത്യസ്തമായ ഏജൻസികൾ പോലെ തന്നെ റിസർച്ചിന് വേണ്ടി മാത്രമായ ഒരു എക്സ്ക്ലൂസീവ് ഏജൻസിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 2018 UGC തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പഠനം അവർ പറയുന്നതുപോലെ നമ്മുടെ ഗവേഷണ മേഖലയിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത ഗ്രോത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും പോസിറ്റീവായ ഒരു ഗ്രോത്ത് ആയിട്ടല്ല വിലയിരുത്തുന്നത്. മറിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കും ഗവേഷണം നിർബന്ധിതമാകുന്ന സാഹചര്യത്തിൽ ഗവേഷണ രംഗത്തേക്ക് വലിയ രീതിയിൽ ആളുകൾ വരികയും നമ്മുടെ ഗവേഷണത്തിന്റെ എണ്ണം എന്ന് പറയുന്നത്
എന്നത് ഇരട്ടിയിലധികമായി മാറുകയും ഗവേഷകരുടെയും ഗവേഷണ പ്രബന്ധങ്ങളുടെയും ഇരട്ടിയിലധികമായി മാറുകയും അത് ഗവേഷണ മേഖലയിൽ അല്ലെങ്കിൽ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റിയെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സംഗതിയും അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കൊക്കെ മുന്നോട്ട് പോവുകയുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിലയ്ക്കുകയാണ് ചെയ്തത്. എന്ത് തന്നെ ആയാലും ഈ ഒരു വലിയ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി ലെവലിലുള്ള പല സംഗതികളെയും, അതായത് ഗവേഷണത്തിന്റെ ക്വാളിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളതും അതിന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ക്വാളിറ്റി കൺട്രോളുകൾ ഗവേഷണ മേഖലയിൽ ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 20കളോടുകൂടെ വളരെ കർക്കശമായ ചില ക്വാളിറ്റി മെഷേഴ്സ് കെയർ പോലെയൊക്കെയുള്ള ചില ഏജൻസികൾ നമ്മുടെ ഗവേഷണ മേഖലയിലേക്ക് വരികയും വലിയ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം നമ്മുടെ ഗവേഷണത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന രീതി. ആ രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ ഗ്രോത്തിന്റെ ഗ്രാഫൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മേഖലയല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം മലയാള ഗവേഷണത്തിനകത്ത് ഇതുവരെയും വന്നിട്ടില്ലാത്തൊരു മാറ്റം. കാരണം ഇന്നും ഗവേഷണം എന്ന് പറയുന്നത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് മലയാളം പോലുള്ള ഗവേഷണ മേഖലകളിലൊക്കെ നടക്കുന്നതെന്ന് യാഥാർത്ഥ്യം. നമുക്കിപ്പോഴും കൊളാബറേറ്റീവ് റിസർച്ചിന്റെയോ അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്റ്റുകളുടെ മേഖലയിലേക്കോ മലയാളം അടക്കമുള്ള പല ഭാഷാ ഗവേഷണങ്ങളും മാറിയിട്ടില്ല. അത്തരം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സമീപ ഭാവിയിൽ നമുക്ക് അത്തരം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തിഗതമായ ഗവേഷണം ഒരു വ്യക്തിഗതമായ ഒരു പ്രശ്നമല്ല, മറ്റൊരു റിസർച്ച് എന്റർപ്രൈസസിന്റെ ഭാഗമായി ഒരു വലിയ റിസർച്ച് കൺസോർഷ്യത്തിന്റെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെയോ ഭാഗമായി ഒരു നോഡ് മാത്രമായി ഗവേഷകൻ മാറുന്ന അല്ലെങ്കിൽ അയാളുടെ ഗവേഷണ പ്രവർത്തനം മാറുന്ന രീതിയിലേക്ക് ഈ ഗ്രാഫ് കാണിക്കുന്നത് പോലെ ഫണ്ടിങ് സിസ്റ്റം ഉണ്ടാവുന്നു, നിരവധി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ടൈഅപ്പുകൾ ഉണ്ടാവുന്നു, സ്പോൺസറിങ് ഏജൻസികൾ ഉണ്ടാവുന്നു. ഗവൺമെന്റ് ഈ മേഖലയിൽ നിന്ന് പക്ഷേ പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ജേർണൽസുകളും റിസർച്ച് ഏജൻസികളും മറ്റ് സൊസൈറ്റികളും നേരിട്ട് ഈ ഗവേഷണ പ്രവർത്തനത്തെ മോണിറ്റർ ചെയ്യുകയോ അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നില്ല. ഫണ്ട് ചെയ്യുകയോ അതിന് ഇൻസെന്റീവുകളോ റിവാർഡുകളോ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലായ കാര്യങ്ങളെയൊക്കെ വളരെ കൃത്യമായി കോളേജ് തലം തൊട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് സെന്റർ തലം തൊട്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ മോണിറ്റർ ചെയ്തു പോകുന്ന ഒരു വലിയ റിസർച്ച് എന്റർപ്രൈസസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളായി. അതായത് നിങ്ങളൊരു വിഷയം തിരഞ്ഞെടുത്ത് ആ വിഷയത്തിനകത്ത് വളരെ സബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ട് ഗവേഷണം ചെയ്യുക എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഗവേഷണത്തിനകത്ത് സ്വതന്ത്ര ഗവേഷണത്തിൽ നിന്ന് അക്കാദമിക് ഗവേഷണത്തിലേക്ക് 1950 നമ്മുടെ ഗവേഷണം മാറിയതിനു ശേഷം ഇത് രണ്ടും ചേർന്നിട്ടാണ് നമ്മുടെ ഗവേഷണം. ഏതാണ്ട് സ്വതന്ത്ര ഗവേഷണത്തിന്റെയും അക്കാദമിക് ഗവേഷണത്തിന്റെയും സ്വഭാവം ഇടകലർത്തിയ ഒരു ഗവേഷണ രീതിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഈ നെറ്റ്വർക്ക്ഡ് ആയ റിസർച്ച് ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നയാളിൽ ഒരു ഗവേഷണം നടത്തണം, ഇന്ന മേഖലയിൽ ഒരു ഗവേഷണം നടത്തണം, ഇന്ന വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തണം എന്ന് ഒരു റിസർച്ച് പ്രോബ്ലവുമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു റിസർച്ച് ഗൈഡിനെ കാണുന്ന ഒരു സമ്പ്രദായം അവസാനിക്കാൻ വരികയാണ്. അതിന് പകരം ചില പ്രത്യേക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ റിസർച്ച് ഏരിയയിലെ ചില പ്രത്യേക റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകൾ അവർ ഡിസൈൻ ചെയ്യും. ആ പ്രോജക്റ്റിന്റെ ഭാഗമായി നിങ്ങൾ റിസർച്ചിലേക്ക് വരികയും ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ റിസർച്ചിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുള്ള റിസർച്ച് സൊസൈറ്റി, ഈ പറയുന്ന അക്കാഡമിക് സൊസൈറ്റിക്ക് ആവശ്യമുള്ള റിസർച്ച് നിങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാറ്റമാണ്, ഒരു ഷിഫ്റ്റ് ആണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. മറ്റൊക്കെ നമുക്കറിയാവുന്നതുപോലെ സാമൂഹ്യ മാനവിക വിഷയങ്ങൾക്കകത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റൈസേഷൻ നടത്തുന്ന കാര്യങ്ങളിലൂടെ തന്നെ സംഭവിക്കുന്ന ഈ ഫണ്ടിങ്ങിന്റെ ഒരു അഭാവം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് തന്നെ നമ്മുടെ ഗവേഷണ മേഖലയെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാനവിക വിഷയങ്ങളെ ബാധിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ എപ്പിസ്റ്റമോളജിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ്. അത് ഈ പറയുന്ന ഒരു ഡിസിപ്ലിനറി ഡിമാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ ജ്ഞാനം പദ്ധതികളിലൊക്കെ ആകാൻ അപ്രസക്തമായി തീരുകയും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയ അപ്രോച്ചിലേക്ക് നമ്മുടെ ഗവേഷണങ്ങൾ മാറുകയും ചെയ്യുന്നതോടുകൂടി മലയാള ഗവേഷണം മലയാളത്തിൽ മാത്രമല്ലാതായി തീരുന്നു. നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ നിന്നോ ഹിസ്റ്ററിയിൽ നിന്നോ ജിയോഗ്രഫിയിൽ നിന്നോ അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നോ മീഡിയ സ്റ്റഡീസിൽ നിന്നോ ഈവൻ പ്ലാന്റ് സയൻസിൽ നിന്നോ അടക്കമുള്ള വ്യത്യസ്തമായ വിഷയ പദ്ധതികളിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ രീതിശാസ്ത്രങ്ങളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയും ഒരുപക്ഷെ നിങ്ങളുടെ ഗവേഷണത്തിനകത്തേക്ക് ആ മേഖലയിൽ നിന്ന് ഇൻപുട്ടുകൾ തരുന്ന സഹഗവേഷകരൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ കോ ഗൈഡുകൾ മറ്റേതെങ്കിലും ഡിസിപ്ലിനിൽ നിന്ന് വരുന്ന തരത്തിലേക്ക് തന്നെയുള്ള ഒരു തരം ഇന്റർ ഡിസിപ്ലിൻ. ഫിസിക്സിൽ ചെയ്യുന്ന ഒരു ഗവേഷണമാണെങ്കിൽ അതൊരു പക്ഷേ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണമാവും. സ്വാഭാവികമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കോ ഗൈഡുകൾ ഉണ്ടായിരിക്കും. ഒരാൾ കെമിസ്ട്രി ഫാക്കൽറ്റി ആയിരിക്കും, ഒരാൾ ഫിസിക്സിലെ ഫാക്കൽറ്റി ആയിരിക്കും. എന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ ഗവേഷണം ഒരു പക്ഷേ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ സമീപഭാവിയിൽ വരാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഗവേഷണം സ്വാഭാവികമായിട്ടും ഇന്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി മേഖലയിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്.
കാര്യം. അതോടൊപ്പം തന്നെ ഈ റിസർച്ച് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് റിസർച്ച് ആകുന്നു. നമ്മുടെ ഷെയറിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാകുന്നു. നിങ്ങളുടെ ഡാറ്റ ഇൻപുട്ടുകളായാലും മറ്റ് സംഗതികളായാലും ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകളിലേക്ക് ഷെയർ ചെയ്യുകയും പലപ്പോഴും കൊളാബറേറ്റീവ് ആയിട്ടുള്ള വലിയ റിസർച്ച് പ്രോജക്റ്റുകളിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ ഏറ്റവും ലോക്കലായിട്ട് നിങ്ങൾ ആക്റ്റീവ് പോകും, നിങ്ങളുടെ മൊത്തം സംഗതികൾ വരുന്നത് ഗ്ലോബലായിട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ധാരാളം നിങ്ങളുടെ ഈ പറയുന്ന PQE മൂന്നാമത്തെ പരീക്ഷയുടെ ഭാഗമായിട്ട് ലാസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വേറെ വേറെ സെഷനുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കെയർ പോലെയുള്ള ഈ കൺസോർഷ്യം ഫോർ അക്കാഡമിക് റിസർച്ച് എത്തിക്സ് എന്നൊക്കെ പറയുന്ന എത്തിക്സ് കമ്മിറ്റികൾ ഉണ്ടാകുന്നു. വാമി അല്ലെങ്കിൽ പോപ്പോ, അതുപോലെ ഈ പറയുന്ന ഓപ്പൺ ആക്സസ് ജേർണൽ പോളിസികൾ ഉണ്ടാകും, പ്ലേജേഴ്സ് ചെക്കിംഗ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. ഇങ്ങനെ പല മേഖലകളിലായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പല ജേർണൽ ഇൻഡെക്സിംഗ് ആയിട്ട് മെട്രിക്സുകൾ ഉണ്ടാവും, ജേർണൽ മെട്രിക്സുകൾ ഉണ്ടാവുന്നു, ഓതർ ബേസ്ഡ് മെട്രിക്സുകൾ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആൾറെഡി ക്ലാസ്സിൽ കഴിഞ്ഞ് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള HINDEX പോലെയൊക്കെയുള്ള പുതിയ നിങ്ങളുടെ ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ ക്വാളിറ്റി അസസ് ചെയ്യുകയോ മോണിറ്റർ ചെയ്യുകയോ ചെയ്യുന്ന നിരവധി ഏജൻസികളും അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ്വെയറുകളും സംവിധാനങ്ങളും ഉണ്ടാകും എന്നതാണ് ഈ പറയുന്ന എത്തിക്സും അതുപോലെ തന്നെ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനുമായ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ് കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾക്ക് മാത്രമോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഗവേഷണങ്ങൾക്ക് മാത്രമല്ല, ഇറ്റ് ഈസ് ആൾസോ ആപ്ലിക്കബിൾ ടു ദ ആൾറെഡി ഡൺ റിസർച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ പോലും ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെ കടത്തി പോകുന്നു. അതിന്റെ ക്വാളിറ്റിയെ റീ അസസ് ചെയ്യുന്ന സംവിധാനം നമ്മുടെ UGC ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള കൺസോർഷ്യം ഫോർ അക്കാഡമിക് റിസർച്ച് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന കെയറുമായി ബന്ധപ്പെട്ട UGC കെയർ ബിസിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ടാവും. എങ്ങനെയാണ് ഈ പറയുന്ന അതിന്റെ ഈ കെയർ സംവിധാനം എങ്ങനെയാണ് നമ്മുടെ ഗവേഷണത്തിന്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത്. എത്തിക്സുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ കോളേജ് ലെവലിൽ തന്നെ എത്തിക്സ് കമ്മിറ്റികൾ ഉണ്ടാവണം, പ്രധാനമാണ്. അപ്പൊ ഏറ്റവും പുതിയ നിങ്ങൾ സിനോപ്സിസ് തയ്യാറാക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മിക്കവർക്കും ഗവേഷണത്തിലേക്ക് വന്ന ആളുകളായിരിക്കും. പക്ഷെ മലയാള ഗവേഷണത്തിന്റെ സിനോപ്സികൾ ധാരാളം പരിചയപ്പെട്ട ഒരാളെന്ന രീതിയിൽ ഞാൻ ഇതുവരെയും കാണാത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ലോകവ്യാപകമായി മറ്റെല്ലാ വിഷയ ഗവേഷണ മേഖലയിൽ കണ്ടുവരുന്ന കമ്പോണന്റ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ എല്ലാ സിനോപ്സിസുകളിലും അല്ലെങ്കിൽ പ്രപ്പോസലിലും ഉണ്ടായിരിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഗവേഷണ വിഷയത്തിനകത്ത് നിങ്ങളുടെ ആത്മനിഷ്ഠത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ സത്യപ്രസ്താവന അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റീവ് അസസ്മെന്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റീവ് കൺസേണുകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതൊക്കെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ തിസീസിനകത്ത് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസർച്ച് പ്രപ്പോസലിലും നിങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്തുള്ള നിങ്ങളുടെ റിഫ്ലക്റ്റീവ് എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളത് പുതിയ എത്തിക്കൽ പ്രാക്ടീസിന്റെ ഭാഗം. ഞാൻ പറഞ്ഞു വരുന്ന ഈ രീതിയിൽ നമ്മുടെ പ്രൊപ്പോസലിനെയോ റിസർച്ച് ഡിസൈനെയോ തിസീസിനെയോ ഒക്കെ മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പുതിയ ചില എത്തിക്കൽ കൺസേൺസ് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന് ഈ പറയുന്ന പോലെ ഓപ്പൺ ആക്സസ് പോളിസി എന്നുള്ളത് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെങ്കിൽ രീതിയിൽ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അക്കാഡമിക് റിസർച്ച് ജേർണൽസ് കൺസോർഷ്യങ്ങളൊക്കെയും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അതിന് പകരം ഓപ്പൺ ജേർണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ് ടു നോളജ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിനോപ്സിസ് ആയാലും നിങ്ങളുടെ തിസീസ് ആയാലും നിങ്ങളുടെ റിസർച്ച് പേപ്പറുകളായാലും അതെല്ലാം പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യണം. ഈവൻ PG പ്രോജക്റ്റുകളടക്കം ഇനി മുതൽ അതാത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റുകളിൽ ഒരു മാസത്തിനകം പബ്ലിഷ് ചെയ്തിരിക്കണം എന്ന രീതിയിലുള്ള ഗൈഡ് ലൈനുകളൊക്കെ ഉണ്ടാവുന്നത് ഈ പറയുന്ന നിങ്ങളുടെ റിസർച്ച് പബ്ലിക്കിന് ആക്സസിബിൾ ആവണം പോളിസിയുടെ ഭാഗമാണ്. മറ്റൊന്ന് നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ടെക്നോളജിയുമായി കാര്യം പഴയകാല ഗവേഷണത്തിനകത്ത് ലഭിച്ചിരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് മിനിമം പുസ്തകങ്ങളോ 200 പുസ്തകങ്ങളിൽ നിന്നോ നിങ്ങളുടെ ഗൈഡുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മേഖലയിലുള്ള വലിയ സ്കോളേഴ്സിൽ നിന്നൊക്കെ നിങ്ങൾ ലഭിക്കുന്ന ലിമിറ്റഡ് ഡാറ്റ ആയിരുന്നെങ്കിൽ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഫോം ഓഫ് ഡാറ്റ, നേരത്തെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട സംഗതിയോ ആണെങ്കിൽ ഇന്ന് മനുഷ്യൻ അവന്റെ വ്യത്യസ്തമായിട്ടുള്ള വിനിമയ പദ്ധതികളിലൂടെ ആവിഷ്കരിക്കപ്പെട്ട മുഴുവൻ സംഗതികളും, അതൊരു ലെറ്റർ ആയിരിക്കാം, അതൊരു ഫോൺ കോൾ ആയിരിക്കാം, അതൊരു ഇന്റർവ്യൂ ആയിരിക്കാം, ഒരു വീഡിയോ ഓഡിയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയിരിക്കാം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മുടെ ഡാറ്റയിലേക്ക് വരികയാണ്. ഒരു കമന്റ് ആയിരിക്കാം, ഒരു ബ്ലോഗിംഗ് ആയിരിക്കാം, റീലുകളോ ഷോർട്സുകളോ ആയിരിക്കാം, ഇതെല്ലാം നമ്മുടെ ഡാറ്റയുടെ സ്വഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ ഡാറ്റകളെ മുഴുവൻ ശേഖരിച്ചു വെക്കുക, അവയെ കാറ്റഗറൈസ് ചെയ്യുക, അവയെ
അവയ്ക്ക് ഒരു അനാലിസിസ് നടത്തുക തുടങ്ങിയവയൊക്കെ മനുഷ്യ സാധ്യമല്ലാത്ത, ഒരു ഗവേഷകന് സാധ്യമല്ലാത്ത തരത്തിലേക്ക് വളരെ കോംപ്ലക്സ് നേച്ചറിലേക്ക് നമ്മുടെ ഡാറ്റകളുടെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ഡാറ്റ കാറ്റഗറി സെഷൻ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ക്ലാസ്സുകളിൽ പക്ഷേ പരിചയപ്പെടാവുന്ന ഈ റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ. കാരണം എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ടെക്നോളജി ഗവേഷണ മേഖലയിലേക്ക് വേണ്ടത് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ബിഗ് ഡാറ്റയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട 3 പ്രോബ്ലംസ് ആണ്. 6 പ്രോബ്ലംസ് ആണ്. 6 B's ഓഫ് ബിഗ് ഡാറ്റ എന്ന ഇതിനെ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ആ ബിഗ് ഡാറ്റയെ നമുക്ക് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ബിഗ് ഡാറ്റയിലാണ്. അപ്പൊ ആ ബിഗ് ഡാറ്റയ്ക്ക് അകത്ത് നടക്കുന്ന ഗവേഷണം എന്നതിനകത്ത് ഈ ബിഗ് ഡാറ്റയിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഈ 6 പ്രശ്നങ്ങളെയും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഗവേഷണം. കാരണം നിങ്ങൾ ഗവേഷണ പ്രബന്ധം എഴുതി തീരുമ്പോഴേക്കും പക്ഷേ ഡാറ്റയ്ക്ക് തന്നെ വലിയ മാറ്റം വിത്തിൻ സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ ഗവേഷണം എന്നത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ മിക്കവാറും ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഡാറ്റകളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ പ്രാകൃതമാണ്. ടെക്സ്റ്റ് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്, പ്രിന്റ് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഗവേഷകരൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ ഡാറ്റയെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ തെറ്റായ രീതിയിലാണ് ഇനിയുള്ള ഗവേഷകരൊക്കെ ഉത്തരവാദിത്തം. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ എത്തിക്സ് മാറുന്നു എന്നുള്ളത്. ഇത് നിങ്ങളുടെ 4ാമത്തെ പേജിൽ വിശദമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല. ഇത്രയും കാലം ഓരോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടൊരു എത്തിക്കൽ പ്രാക്ടീസും ഇല്ല നമ്മൾ മനസ്സിലാക്കണം. എത്തിക്സ് ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ ലോകത്തിൽ, ഒരു പോസ്റ്റ് ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നമ്മുടെ ഡിജിറ്റൽ പ്രാക്ടീസസ് ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എത്തിക്കൽ പ്രാക്ടീസസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാളിൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോൾ അയാളുടെ കൺസെന്റ് വാങ്ങുന്നത്, ആ ഡാറ്റ എവിടേക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, എവിടെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്, എത്ര കാലമാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്, ആ ഡാറ്റ ആരൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ആ ഇൻഫോർമന്റിന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഈ പറയുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഏജൻസികൾ, ഉദാഹരണമായിട്ട് ഗൂഗിൾ ഡ്രൈവുകളിലൊക്കെ നിങ്ങളുടെ ഡാറ്റകൾ, ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡാറ്റകൾ നടത്തി പാർട്ടികൾ ശേഖരിച്ചു, ഇതൊന്നും ഒരു ഗൂഗിൾ ഡ്രൈവ് പോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളിൽ സ്റ്റോർ ചെയ്തിരിക്കരുത് എന്നത് ഗവേഷണ മേഖലയിൽ നിന്ന് വളരെ കർശനമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഈ പറയുന്നത് വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടായിരിക്കണം. ഡാറ്റ പ്രൈവസിയെ സംബന്ധിച്ച് ഒരാളുടെ ഒരു സമൂഹത്തിന്റെയോ ഒരു ജനവിഭാഗത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പ്രൈവസിയെ, സ്വകാര്യതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ത്രട്ടനിങ് ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ ഡാറ്റയുടെ ഉപയോഗത്തെ ഉപയോഗിക്കരുത് തുടങ്ങിയ നിരവധിയായിട്ടുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ഈ ഡിജിറ്റൽ എത്തിക്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗവേഷകർ എന്ന രീതിയിൽ ഈ പുതിയ കാല ഗവേഷണം, പക്ഷേ 20ാം നൂറ്റാണ്ടിൽ നടന്നിരുന്ന ഗവേഷണത്തെ പോലെയല്ല, പുതിയ പുതിയ ചലഞ്ചസ് നമുക്കുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. അതിൽ നിന്ന് നമുക്ക് മലയാള ഗവേഷണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് സാമാന്യപ്പെടുന്നു ഓടിച്ചു പറഞ്ഞതിന് ശേഷം മറ്റു മേഖലയിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള ഗവേഷണത്തിന്റെ ഒരു സന്ദേശം വളരെ പെട്ടെന്നൊന്നും സൂചിപ്പിക്കാം. അതല്ലാത്ത ഗവേഷകരുണ്ട് എന്നുള്ളത് തന്നെ അത് ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമുക്ക് അറിയാവുന്നതുപോലെ ആധുനികതയാണ്, കൊളോണിയൽ മോഡേണിറ്റിയാണ് ഇവിടെയുള്ള ജ്ഞാന പദ്ധതികളിലേക്ക് വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ അക്കാഡമിക്സിനെ വികസിപ്പിച്ചെടുക്കുകയെന്നും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ ഇന്ത്യയിലെ 4 സർവകലാശാലകൾ ഭാഗമായി മദ്രാസി സർവകലാശാല രൂപീകരിക്കുന്നതിന്റെ ഈ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിലാണ് മലയാളം എന്ന് പറയുന്ന ഒരു ജ്ഞാന പദ്ധതി, മലയാള കേരള പഠനങ്ങളുടെ ജ്ഞാന പദ്ധതി ഉടലെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ FA ഫസ്റ്റ് ആർട്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉടലെടുക്കുന്നതെന്നറിയാം. അതിനും ശേഷം 30കളോടുകൂടി 1927 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാള പഠന വിഭാഗം രൂപീകരിച്ചതിന് തൊട്ട് പിറകെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗവേഷണം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ ഏതാണ്ട് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ 1930കളിലാണ് 1933 മലയാളത്തിൽ അറിയപ്പെടുന്ന ഗവേഷണം എന്നപ്പെടുന്ന ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗവേഷണ ചരിത്രം എന്ന് പറയുന്നത് 100 വർഷത്തിൽ താഴെ ചരിത്രം മാത്രമാണ് കേരള പഠന ഗവേഷണത്തിനുള്ളത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ചരിത്രത്തിന്റെ 3 ഘട്ടങ്ങളായി ഞാനൊന്ന് സാമാന്യമായിട്ടൊന്ന് സൂചിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മലയാള ഗവേഷണത്തിന്റെ പ്രശ്നങ്ങളിലേക്ക്
ഗവേഷണത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ വിശദീകരിച്ച 1933 തുടങ്ങി ഒരു പക്ഷേ 74 വരെയുള്ള ആദ്യത്തെ 40 ദശകങ്ങളിൽ മലയാള ഗവേഷണത്തിന്റെ ഒരു പ്രതിസ്ഥാപന ഘട്ടമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ മലയാള ഗവേഷണത്തിന്റെ ആരൂഢം എന്ന് പറയുമ്പോൾ മലയാള ഗവേഷണത്തിന്റെ ഈ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു അക്കാദമിക പദ്ധതിയുടെ ഭാഗമായിരുന്നു നമുക്കറിയാം. ആ അക്കാദമിക പദ്ധതി എന്ന് പറയുന്നത് കൊളോണിയൽ രീതിശാസ്ത്ര പദ്ധതിയായിരുന്നു, ഒരു കൊളോണിയൽ ജ്ഞാന പദ്ധതിയായിരുന്നു എന്ന് നമുക്കറിയാം. ഗവേഷകർ എന്ന രീതി ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും മറ്റും വിശദീകരിച്ച് കാണും ഞാൻ വിചാരിക്കുന്നു. ഗവേഷണത്തിന് 3 ആക്സിസുകൾ എന്ന് നമുക്കറിയാം. ഒന്ന് അതിന്റെ ഒണ്ടോളജിക്കൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, മറ്റൊന്ന് എപ്പിസ്റ്റമോളജിക്കൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, ഈ പറയുന്ന ആക്സിയോളജിക്കൽ എന്ന് പറയാവുന്ന ഈ 3 പില്ലറുകളിലാണ് എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഒന്ന് അതിന്റെ ഭവശാസ്ത്രപരമായിട്ടുള്ള എന്താണ് സത്യം എന്നത്, എന്താണ് യാഥാർത്ഥ്യം എന്നത്, അല്ലെങ്കിൽ എന്താണ് ജ്ഞാനം എന്നതിലുള്ള നമ്മുടെ വാട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു വാട്ടിൽ പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ ഗവേഷണ പ്രശ്നം എന്നൊക്കെ നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ ഗവേഷണ പ്രശ്നത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഒണ്ടോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഫിയറാണ്, ഒരു ജ്ഞാനശാസ്ത്രത്തിന്റെ ഒരു മണ്ഡലമാണ്. ആ വാട്ടിലേക്ക് ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിനകത്ത്, ഈ ഗവേഷണത്തിനകത്തേക്ക് നമ്മുടെ വഴികളെ നിർണ്ണയിക്കുകയും അതിന്റെ പിറകെയുള്ള ജ്ഞാന പദ്ധതികളെ അല്ലെങ്കിൽ സൈദ്ധാന്തിക സമീപനങ്ങളൊക്കെ ഉറപ്പിക്കുന്നതാണ് എന്റെ എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ആക്സിസ് നമുക്കറിയാം. ആ എപ്പിസ്റ്റമോളജിക്കൽ ആക്സിസിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനെ മുഴുവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ പഠന പദ്ധതിയിൽ ഉടനീളം നമ്മൾ അതിന്റെ പ്രസിദ്ധീകരണത്തിലും ഉടനീളം നമ്മൾ ഈ പ്രവർത്തിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ സദാചാരപരം ആയിട്ടുള്ള നമ്മുടെ എത്തിക്കൽ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടതാണ് അതിന് ആക്സിയോളജിക്കൽ എന്ന് പറയുന്നതിന് 3ാം വിഷയം. ഈ 3ഉം ചേർന്നതാണ് എല്ലാ ഗവേഷണങ്ങളും നടക്കുന്നത്. അപ്പൊ അതിന്റെ ഈ മണ്ഡലം രൂപപ്പെടുന്നത് പൂർണ്ണമായും ഒരു പാശ്ചാത്യ ആധുനികതയുടെ ഒരു സവിശേഷമായ ജ്ഞാന പദ്ധതിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാന പദ്ധതിയാണ് അത് മുമ്പുണ്ടായിരുന്ന മുഴുവൻ പരമ്പരാഗത ജ്ഞാനങ്ങളെയും അജ്ഞാനങ്ങളാക്കി മാറ്റുകയും ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള തുടങ്ങിയ ചില പ്രത്യേക പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് ജ്ഞാനത്തെ കൃത്യപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗവേഷണ പദ്ധതിയാണ് നമ്മൾ ഈ പറയുന്ന ആധുനിക ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്ന ഗവേഷണ പദ്ധതി ഒരു സംഗതി ഉണ്ടാവും. ആ ആധുനിക ഗവേഷണ പദ്ധതിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് 30 ഗ്ലോബിൽ കേരള പഠന ഗവേഷണം അത് ചരിത്രത്തിന്റെ മേഖലയിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ മലയാള പഠനത്തിന്റെ മേഖലയിൽ നിന്നാണെന്നോ സാഹിത്യ പഠനത്തിന്റെ മേഖലയിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ ആർക്കിയോളജിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നാണോ എന്നൊക്കെ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ പഠനങ്ങളൊക്കെ ഉണ്ടായത്. കാരണം ഇവരിൽ പലരും മലയാള ഭാഷയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുന്നവരായിരുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ചരിത്രമായാലും അല്ലെങ്കിൽ സാഹിത്യമായാലും ഈ പറയുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ജ്ഞാനശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഈ എപ്പിസ്റ്റമോളജി ഒന്ന് തന്നെയായിരുന്നു, അതോടൊപ്പം തന്നെ ഇവർ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയലുകൾ ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെയാണ് മലയാള പഠനം ഉണ്ടാകുന്നത്, ചരിത്ര പഠനം ഉണ്ടാകുന്നത്. അപ്പൊ ഇളകുളം കുഞ്ഞമ്പിള്ള മലയാള പഠനത്തിന് വേണ്ടിയാണോ എഴുതിയത്, ചരിത്ര പഠനത്തിന് വേണ്ടിയാണോ എഴുതിയത് എന്നുള്ളത് അന്നൊരു പ്രശ്നമായിരുന്നില്ല. എന്തായാലും ഈ ആദ്യകാല ഗവേഷണം ഒരു 3 തീസീസുകളെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാള ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജ്ഞാന പദ്ധതിയുടെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഭാഷ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന 3 മണ്ഡലങ്ങളും ഒരുപോലെ ഗവേഷണ രംഗത്ത് സ്ഥാപിക്കപ്പെടുന്നതിന്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഗോദവർമ്മയുടെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് ലോൺബോൾസുമായി ബന്ധപ്പെട്ട് ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭാഷാപഠനത്തിന്റെ മണ്ഡലത്തിലാണെങ്കിൽ ചേലാട്ടച്ചുമേനേത് നമ്മുടെ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലത്തിൽ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമായിരുന്നു എന്നുത്തരം എഴുത്താളത്തങ്ങളെ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ സാഹിത്യ പാഠങ്ങളെ ഉറപ്പിക്കുന്ന സാഹിത്യ ചരിത്ര വിജ്ഞാനീയ സാഹിത്യ ചരിത്ര നിർമ്മിതിയെ സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഗവേഷണ പ്രവർത്തനം. അതാണ് നമ്മുടെ പിൽക്കാല ഗവേഷണത്തിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം. മറ്റൊന്ന് ഈ പറയുന്ന പോലെ ഈ എവല്യൂഷൻ ഓഫ് മലയാളം പ്രോസ് എന്ന് പറയുന്ന AC ശേഖരന്റെ പഠനമായാലും പിന്നീട് SK നായരുടെ നാടോടി നാടകങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളായാലും ഈ പഠനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന മണ്ഡലങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഗവേഷണ ഫലങ്ങൾ നൽകിക്കൊണ്ടാണ് മലയാള ഗവേഷണം ഒരു ഉജ്ജ്വലമായ തുടക്കം ഉണ്ടായത് നമുക്ക് പറയാൻ കഴിയും. ഈ പറയുന്ന പഠനങ്ങളൊക്കെയും പിൽക്കാലത്ത് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളുടെയൊക്കെ ആദ്യ ഭാഗത്തെ കൃത്യമായി ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സാഹിത്യ ചരിത്രത്തെ ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രമാണങ്ങളായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് രാമചരിത്രത്തെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, കൃഷ്ണഗാഥയെ കുറിച്ചുള്ള ഗവേഷണ പ്രവർത്തനം,
മണിപ്രവാളത്തെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെയാണ്. മണിപ്രവാളത്തെക്കുറിച്ചും പ്രാചീന മധ്യകാല സാഹിത്യത്തെക്കുറിച്ചും നമ്മുടെ നാടോടി നാടകങ്ങളെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ അറിവുൽപാദനത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അതിനകത്തൊക്കെ വലിയ ഒരു സംഗതിയായി മാറിയത്, ഒരു ജ്ഞാനോൽപാദനം നടത്തിയത് ഈ പറയുന്ന ഗവേഷണ പ്രവർത്തനങ്ങളായിരുന്നു എന്നിട്ട് കാണാൻ കഴിയും. പക്ഷെ ആ രീതിയിലുള്ള വളരെ വിസ്ഫോടനാത്മകമായ ഒരു തുടക്കം മലയാള ഗവേഷണത്തിന്റെ ആദ്യ 70-കൾ വരെയുള്ള ഗവേഷണത്തിൽ ഉണ്ടായെങ്കിലും പിൽക്കാലത്തെ ഒരു 10-40 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഈ പറയുന്ന പക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ പോലും നിർണ്ണയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദിശാവ്യതിയാനം നൽകുന്ന രീതിയിലോ നമ്മുടെ സാഹിത്യ ഭാവുകതത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്ന രീതിയിലോ എന്തിനും നമ്മുടെ മലയാള സാഹിത്യ പഠനത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ MA-യുടെ സിലബസിലേക്കോ ഡിഗ്രിയുടെ സിലബസിലേക്കോ കടന്നു വരുന്ന രീതിയിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ പോലും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകുത്തലിലേക്ക് നമുക്ക് മലയാള ഗവേഷണം കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഗവേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ രീതിയിൽ വളരെ ഗംഭീരമായിരുന്നു. ഈ രീതിയിൽ നമ്മുടെ ഗവേഷണം എന്താണ് ചെയ്തത്? ഒരു പക്ഷെ അന്ന് വരെ ഈ പറഞ്ഞ എന്താണ് ഈ ടെക്നോളജി, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ ജ്ഞാന പദ്ധതികൾ സ്വാധീനിക്കുന്നത്? ആധുനിക ജ്ഞാന പദ്ധതി നമുക്കറിയാവുന്നതുപോലെ അച്ചടി എന്ന് പറയുന്ന പ്രിന്റിംഗ് ടെക്നോളജിയാണ് ആധുനികതയെ സൃഷ്ടിച്ചത് എന്നറിയാം. കാരണം ഈ ഒരു അറിവിനെ സാർവത്രികമാക്കുക എന്നത് മാത്രമല്ല, ആ അറിവിനെ അധികാരമാക്കി മാറ്റുന്നത് അച്ചടിക്കപ്പെട്ട അറിവ് അധികാരമായി മാറി എന്നതാണ്. അത് അതിന്റെ മാനകമായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ ഭാഷാ മിഷണറിമാരൊക്കെ ഈ താളിയോലകളും അല്ലെങ്കിൽ വാമൊഴി പാഠങ്ങളെയൊക്കെ തേടിപ്പിടിക്കുകയും അവയൊക്കെ അച്ചടി പാഠങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ഈ അച്ചടി പാഠങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവേഷണങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ക്രിട്ടിക്കൽ എഡിഷൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഗവേഷണത്തിന്റെ പാരമ്പര്യം നമുക്കുണ്ടാവുന്നത്. അതായത് വ്യത്യസ്തമായ വാമൊഴി പാഠങ്ങളെ, താളിയോല പാഠങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആ പാഠങ്ങളിൽ നിന്നൊരു ശുദ്ധ പാഠത്തെ, ഒരു ആദർശ പാഠത്തെ, ഒരു പൂർണ്ണ പാഠത്തെ നിർമ്മിച്ചെടുക്കുക, ഒരു ശരി പാഠത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പാഠപഠന സമ്പ്രദായം എന്ന്, പാഠവിമർശനം എന്ന് പറയുന്ന ഒരു വലിയ ഗവേഷണ പദ്ധതി ഇവിടെ ഉണ്ടാവുകയും അവർ ചില പ്രത്യേക പാഠങ്ങൾ വളർത്തുകയും ചിലരെ പ്രക്ഷിപ്തമായി കാണുകയും ഒക്കെ ചെയ്യുന്നില്ല. അങ്ങനെ പാഠത്തെയും അതിന്റെ വ്യതിയാനങ്ങളെയും നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഗവേഷണങ്ങൾ ആണ് പാഠവിശകലന ഗവേഷണം. അങ്ങനെയാണ് പാഠം ഉറപ്പിക്കപ്പെടുന്നു, ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നു, പ്രിന്റഡ് ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നു. ആ ടെക്സ്റ്റുകൾക്ക് പിന്നിൽ ഉള്ള ഒരു ഓതർഷിപ്പിനെ നമ്മൾ ആരോപിക്കുന്നു. അങ്ങനെ വലിയ എഴുത്താളത്വത്തെ നമ്മളവിടെ സ്ഥാപിക്കുന്നു. ആ എഴുത്താളത്തിന്റെ ചില മെല്ലുകൾ, ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില സാമൂഹ്യ സന്ദർഭങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തു. അങ്ങനെ നമുക്കൊരു സാഹിത്യ ചരിത്രത്തിന്റെ ഒരു ജീനിയോളജി, ഒരു വംശാവലി ചരിത്രം നമ്മൾ നിർമ്മിക്കുകയും അതിനകത്ത് നമ്മൾ ചില പ്രത്യേക എഴുത്തുകാരെ നാഴികക്കല്ലുകളായി കണ്ടുകൊണ്ട് അവരുടെ വാക്കുകളെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിന് ചില പ്രസ്ഥാനങ്ങളായി, ചില ശാഖകളായി നമ്മുടെ സാഹിത്യ ചരിത്ര പദ്ധതി, ജ്ഞാന പദ്ധതി മലയാളത്തിൽ നിർമ്മിച്ചെടുത്തു. ഇതാണ് നമ്മുടെ മലയാള സാഹിത്യ ചരിത്ര ഭൂമിതിയിലേക്ക് സ്വാധീനിച്ചത്. ഇതായിരുന്നു നമ്മുടെ മേഖലയിൽ നടന്ന പ്രധാനപ്പെട്ട ഗവേഷണം എന്ന് പറയുന്നത്. അതായത് പാഠനിഷ്ഠമായ ഒരു ഗവേഷണം ആയിരുന്നു. ഇത് മുഴുവൻ പാഠത്തിലൂടെയാണ് നമ്മൾ എഴുത്തുകാരെ നിർമ്മിച്ചെടുത്തത്, പാഠത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഭാവുകത്വം നിർമ്മിച്ചെടുത്തത്. ഇതെല്ലാം പിൽക്കാലത്താണ് ഒരു എഴുത്തിനെ ഈ പറയുന്ന സാഹിത്യവും സാഹിത്യേതരവുമായി നിർമ്മിച്ചത്. നാടൻപാട്ട് സാഹിത്യമല്ലാതായി തീരുകയും രാമകഥാപാട്ടിനെ സാഹിത്യമാക്കുകയും മാറ്റുകയും അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ടിനെ ഒരു സാഹിത്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ അതിനകത്തുള്ള സാഹിതീയതയെ, ലിറ്ററൽനെസ്സിനെയൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ് പിൽക്കാലത്ത് ചെയ്തത് എന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു സാഹിത്യ ചരിത്രത്തെ നിർമ്മിച്ചെടുക്കുന്ന പദ്ധതിയാണ് പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ ഭാഷാ സാഹിത്യ ഗവേഷണം നമുക്ക് പറയാൻ. അപ്പൊ അതിനകത്ത് 3 ഘട്ടങ്ങളാണ് നമ്മുടെ മൊത്തം ഗവേഷണത്തിനകത്തുള്ളത്. അതിൽ 1-ാമത്തെ ഘട്ടത്തെ കുറിച്ച് സൂചിപ്പിച്ചത് അതൊരു പാഠവിമർശനത്തിന്റെ ഘട്ടമായിരുന്നു. ഇതാണ് മലയാളം എന്ന് പറയുന്ന ജ്ഞാന പദ്ധതിയെ നിർമ്മിച്ചെടുത്തത്, അഥവാ മലയാള സാഹിത്യത്തെയും മലയാള സാഹിത്യ ചരിത്രത്തെയും നിർമ്മിച്ചെടുത്തത് നമ്മൾ സൂചിപ്പിച്ചത്. 2-ാമത്തെ ഘട്ടമാകുമ്പോഴേക്കാണ് എപ്പിസ്റ്റിമോളജിക്കലായ ചില സംഗതിയിൽ, ഓണ്ടോളജിക്കലായ സംഗതിയിൽ എപ്പിസ്റ്റിമോളജിക്കലായ സംഗതിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് അവിടെ ഉണ്ടാവുകയും പലതരം അപ്രോച്ചുകൾ, സമീപനങ്ങൾ വ്യത്യസ്ത ജ്ഞാന പദ്ധതികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഘടനാഭാഗത്തോടുകൂടിയും അതുമായി ബന്ധപ്പെട്ട പല ആധുനിക ജ്ഞാന പദ്ധതികളും മനഃശാസ്ത്രം പോലെയൊക്കെയുള്ള ജ്ഞാന പദ്ധതികൾ നമ്മുടെ ഗവേഷണ മേഖലയിലേക്ക് വരികയും അങ്ങനെ ജീവചരിത്രാത്മകമെന്നോ മനഃശാസ്ത്രപരമെന്നോ ചരിത്രാത്മകമെന്നോ അല്ലെങ്കിൽ മാർക്സിയൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള ചില സവിശേഷമായ ജ്ഞാന പദ്ധതികൾ അല്ലെങ്കിൽ സമീപന രീതികൾ, സൈദ്ധാന്തിക സമീപന രീതികൾക്ക് അനുസരിച്ച് കൊടുക്കുന്ന സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത് ഈ പാഠങ്ങളുടെ പാഠസംസ്കരണത്തിൽ നിന്നുമായി ആ നിർമ്മിച്ചെടുത്ത പാഠങ്ങളെ അങ്ങനെ പാഠവ്യാഖ്യാനങ്ങൾ നടത്തുന്ന, വിശകലനം നടത്തുന്ന വിശകലനാത്മകമായ ഒരു ഗവേഷണത്തിലേക്ക് നമ്മുടെ ഗവേഷണം 70-കളോടുകൂടി മാറുന്നുണ്ട്
നമ്മുടെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളൊക്കെ വലിയ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത് ആ അർത്ഥത്തിലാണ്. അങ്ങനെയാണ് മനഃശാസ്ത്ര വിശകലനം, സാമൂഹ്യ വിശകലനം തുടങ്ങിയ നിരവധിയായിട്ടുള്ള നമ്മുടെ സാഹിത്യ വിശകലനം അല്ലെങ്കിൽ ശൈലീപരമായ വിശകലനം തുടങ്ങിയ പലതരം ഗവേഷണങ്ങളൊക്കെ നമുക്ക് പിന്നീട് എപ്പിസ്റ്റമോളജിക്കൽ ആക്സസ് ഉണ്ടാകും. 90-കൾക്ക് ശേഷം അല്ലെങ്കിൽ 90-കൾക്ക് ശേഷം ലോകവ്യാപകമായി സംഭവിക്കുന്നുണ്ടെങ്കിലും 90-കളുടെ അവസാനത്തിലാണ് മലയാളത്തിൽ സംഭവിക്കുന്നത്. സംസ്കാര പഠനം എന്ന് പറയുന്ന പഠന പദ്ധതിയിലേക്ക് ക്രമേണ നമ്മുടെ ഭാഷാ സാഹിത്യ സംസ്കാര പഠനങ്ങൾക്ക് ഒരു ഷിഫ്റ്റ്, കൾച്ചർ ടേൺ ഇവിടെ പിൽക്കാലത്താണ് ഇവിടെ ചെയ്തത്. അതോടുകൂടി സംസ്കാര പഠനം വരുന്നതോടുകൂടെ ആധുനികതയുടെ ജ്ഞാന പദ്ധതി നേരത്തെ ഒരു ഡിസിപ്ലിനറി ഡിമാർക്കിങ്ങിലൂടെ ഡിസിപ്ലിനറി സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട് ഒരു ഏകശിലാത്മകമായ പഠന പദ്ധതിയെ, ഒരു സാർവത്രികമായ പഠന പദ്ധതിയെ അല്ലെങ്കിൽ ജ്ഞാനരൂപത്തെ ആണ് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചതെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ആക്സസിൽ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ വോയിസസ് നിന്നുകൊണ്ട് അതിനെ കാണുക എന്ന് പറയുന്ന ഒരു തരം നമ്മൾ ക്രിട്ടിക്കൽ പ്രാക്ടീസസ് എന്നൊക്കെ പറയാവുന്ന ക്രിട്ടിക്കൽ തിയറിയുമായി ബന്ധപ്പെട്ട വിമർശാത്മക സമീപനം, പ്രത്യേകിച്ച് മാർജിനലൈസ് സ്പേസിൽ നിന്നും നമുക്കറിയാവുന്ന പാർശ്വവൽകൃതമായിട്ടുള്ള പലതരം മേഖലകളിൽ നിന്ന്, പക്ഷേ ദളിത് മേഖലയിൽ നിന്നായിരിക്കാം, സ്ത്രീ പഠനത്തിന്റെ മേഖലയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പാരിസ്ഥിതികമായ ചില പ്രത്യയശാസ്ത്ര പശ്ചാത്തലം കൊണ്ടായിരിക്കാം, ഡിസബിലിറ്റിയുടെ ചില മണ്ഡലത്തിൽ നിന്നായിരിക്കാം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ കാലമാണ്, കോളനി അനന്തര ചിന്തയിലേക്ക് ഭാഗമായിട്ടുണ്ട് നേരത്തെ ആധുനികർ നിർമ്മിച്ച പാഠങ്ങളെ പുനർവായിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തരം വിമർശാത്മകമായിട്ടുള്ള മെനി വോയിസസ് കലർന്നു വരുന്ന ഒരു തരം ഗവേഷണ പദ്ധതിയിലേക്ക് മലയാള ഗവേഷണം ക്രമേണ മാറുകയും ചെയ്യുന്നു. അത് 20-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മളിപ്പോൾ നിങ്ങളുടെ നടത്തുന്ന ഗവേഷണം ഈ മണ്ഡലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമ്മുടെ മലയാള ഗവേഷണത്തെ നമ്മൾ കാണുകയാണെങ്കിലും ഇപ്പോഴും സ്ലൈഡിൽ കാണിക്കുന്ന പോലെ കുറെ കൂടെ വിവരണാത്മകമായി കാര്യങ്ങളെ കാണുന്ന, അനലിറ്റിക്കൽ ടൂളുകൾ കാര്യങ്ങളെ ഉപയോഗിക്കാത്ത സാഹിത്യ കേന്ദ്രിത പഠനത്തിൽ ഭാഷാ സാഹിത്യം സംസ്കാരം എന്നുള്ള 3 മണ്ഡലങ്ങളുണ്ടെങ്കിൽ പോലും അത് ഒരുപോലെ തന്നെ ഇവിടെ വികസിച്ചു വന്നതാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ഗവേഷണ മലയാളത്തിൽ നടന്നിട്ടുള്ള 1300 ഗവേഷണങ്ങളെ കാറ്റഗറീസ് എടുക്കുമ്പോൾ വലിയ മെജോറിറ്റി ഓഫ് ഗവേഷണങ്ങൾ ഉണ്ടാകുന്നത് ഈ സാഹിത്യ പഠനവും അതും വിവരണാത്മക പഠനങ്ങളാണ്. ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിന് ശേഷം ഞാൻ ഈ പറയുന്നതുപോലെ മറ്റു പല ചിന്താ പദ്ധതികൾ അല്ലെങ്കിൽ പറയുന്ന എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള കൺസേൺസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഇടപെടലുകൾ നമ്മുടെ ഗവേഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് ടൈറ്റിലിൽ ഒതുങ്ങുന്നുണ്ട്. ടൈറ്റിലൊക്കെ ഗംഭീരമായി ഈ പറയുന്ന ഏറ്റവും ആധുനികമായ, പക്ഷെ അതിനാൽ താഴെ എഴുതുന്ന കാര്യങ്ങൾ മുഴുവൻ പഴയ രീതിയിൽ പ്രമേയ പഠനനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യനിഷ്ഠമായിട്ടുള്ള പഴയ പഠന പദ്ധതി തന്നെയാണ്. പലപ്പോഴും ഇപ്പൊ ഗവേഷണത്തിന്റെ ടൈറ്റിലും അതിന്റെ പ്രബന്ധ ശരീരവും തമ്മിൽ അല്ലെങ്കിൽ ആ ഗവേഷണത്തിന്റെ ഡിസൈനും തമ്മിൽ കാര്യമായ ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത്. ടൈറ്റിലിൽ പലതരം സമീപനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ സമീപനങ്ങളൊന്നും തന്നെ സംസ്കാര പഠനം എന്നായിരിക്കും ഉദ്ദേശിക്കുക. സംസ്കാര പഠനം ഒരു ഡിസിപ്ലിനാണെന്ന് കരുതുന്ന ആളുകൾക്കില്ല. സംസ്കാര പഠനം എന്ന് പറയുന്നത് വലിയൊരു വിശദീകരിച്ച് കാണുന്നു. അപ്പൊ സംസ്കാര പഠനം ഒരു മെത്തഡോളജി അല്ല. പല ആൾക്കാരും നമ്മുടെ RSC-ലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ മെത്തഡോളജി? സംസ്കാര പഠനം എന്ന് പറയുന്നത് മെത്തഡോളജി ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അതിനകത്ത് തന്നെ വ്യത്യസ്തമായ മെത്തഡോളജികളുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പലതരം വ്യത്യസ്ത ജ്ഞാന പദ്ധതികളൊക്കെ അവ്യവസ്ഥിതമായി കൂട്ടിക്കലർന്ന് കിടക്കുന്ന ഒരു കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷനാണ് മലയാള ഗവേഷണത്തിനകത്ത് ഉള്ളത് എന്ന് പറയും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധിയായ പ്രശ്നങ്ങൾ മലയാള ഗവേഷണം നേരിടുന്നുണ്ട്. എന്താണ് ഇനി മലയാളത്തിൽ ഗവേഷണം നടത്തപ്പെടേണ്ട പ്രസക്ത മേഖലകൾ എന്തൊക്കെയാണ്? ആ രീതിയിലേക്കുള്ള ഗവേഷണ കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നത് ചില പ്രത്യേക മേഖലകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് സെന്റേഴ്സ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റിസർച്ച് ഗൈഡുകൾക്ക് പോലും തങ്ങൾക്കൊരു പ്രസ്തീകരിയില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യമുള്ളത്. ഗവേഷണ സ്ഥാപനത്തിനില്ല എന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവേഷണ പ്രസക്തമായ മേഖലകൾ എന്തൊക്കെയാണ് അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്. മറ്റൊന്ന് മലയാളം എന്ന് പറയുന്ന ഡിസിപ്ലിനകത്ത് എന്തൊക്കെ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇപ്പോഴും വരുന്നുണ്ട്. പല പഠനങ്ങളും പലപ്പോഴും അത് നമ്മുടെ ഡിസിപ്ലിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പഠനങ്ങളായിട്ട് പലപ്പോഴും വരും. ചിലപ്പോൾ ഹിസ്റ്ററി ഡിസിപ്ലിൻ നടക്കേണ്ട പഠനമായിരിക്കും, ആർട്ടിന്റെ മേഖലയിൽ കലാപഠനത്തിന്റെ മേഖലയിൽ മാത്രം നടക്കേണ്ട, അല്ലെങ്കിൽ മ്യൂസിക്കോളജി സംഗീത ശാസ്ത്രത്തിന്റെ മേഖലയിൽ നടക്കേണ്ട ഒരു പഠനമായിരിക്കും. പക്ഷെ അതൊക്കെ മലയാള പഠനം എന്ന രീതിയിൽ പലപ്പോഴും രീതിയിൽ പല വിഷയങ്ങൾ ഇവിടെ പൊതുവെ ചർച്ചകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രമേയനിഷ്ഠപരമായ പഠനങ്ങൾ നിരന്തരമായ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് 10-ലധികം ഡ്യൂപ്ലിക്കേഷൻസ് എന്ന് പറയാവുന്ന പ്രബന്ധങ്ങൾക്ക് ഈ 1300 ഞാൻ കണ്ടെത്തിയത് അത്രയേറെ ഡ്യൂപ്ലിക്കേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ചില മേഖലകൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഏതാണ്ട് 260ഓളം മലയാളത്തിൽ ഇനിയുള്ള ഗവേഷണത്തിൽ പ്രസക്തമായ 260ഓളം വിഷയ മേഖലകളെ കുറിച്ച്
ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഈ 260 മേഖലകളിൽ ഏതെങ്കിലും മേഖലയിലേക്ക് നിങ്ങൾക്ക് ഗവേഷണം ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ 260, 270, 80 വികസിക്കാം. ആ ഗവേഷണ മേഖലയിൽ പല ഗവേഷണ മേഖലയിലും യാതൊരു പഠനങ്ങളും നമുക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൂടെ ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിശാസ്ത്രപരമായ കൃത്യതയില്ലായ്മ എന്ന് പറയുന്നത് അത് ടെക്നിക്കൽ റൈറ്റിംഗിന്റെ കാര്യത്തിൽ മാത്രമല്ല. രീതിശാസ്ത്രം ടെക്നിക്കൽ റൈറ്റിംഗിന്റെ സംഗതിയായിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, മറ്റ് നിങ്ങളുടെ റിസർച്ച് ഡിസൈൻ എന്താണ്? നിങ്ങളുടെ റിസർച്ച് ഡിസൈൻ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അത് പറയാൻ പറ്റാറില്ല. അവർ റിസർച്ച് ടോപ്പിക്കാണ്, റിസർച്ച് പ്രോബ്ലം പോലും പലപ്പോഴും നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം എന്താണ്, റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്, ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എങ്ങനെയാണ് ചാപ്റ്ററുകളിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര കീവേഡുകളുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി ഓരോ ഗവേഷകനും ആ ഗവേഷകയ്ക്കും ആ ഗവേഷണ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗവേഷണത്തെ വെച്ച് എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാവുന്നില്ല. ഈ പറഞ്ഞ ഡാറ്റ പ്രോസസ്സിങ്ങിലോ ഡാറ്റ കളക്ഷനിലോ കൃത്യമായ പദ്ധതികളൊന്നും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ തുടങ്ങി 20ഓളം ഗവേഷണ പ്രശ്നങ്ങൾ, അത് അക്കാഡമിക് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ഗവേഷണ പ്രവർത്തനത്തിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്, ഡാറ്റ കളക്ഷനകത്തുമായി ബന്ധപ്പെട്ട് കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, നൈതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷകർക്കിടയിൽ ഉണ്ടാകേണ്ട ഈ ഗവേഷണ കേന്ദ്രങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട കൊടുക്കൽ വാങ്ങലുകളുടെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു ഗവേഷണ അന്തരീക്ഷത്തിന്റെ, നമുക്കറിയാം മലയാള ഗവേഷണം എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ ചരിത്രം എടുത്തു നോക്കുകയാണ്. ഒരുപാട് പേര് മരിച്ചുപോയി. നമുക്ക് ആകെ 1500 താഴെ ഗവേഷണങ്ങൾ അതാണ് നമ്മുടെ ആകെ നടന്നിട്ടുള്ളത്. 2000 താഴെ ഗവേഷകരാണ് ഇന്ന് മലയാള കേരള പഠനത്തിലെ പൊതുവായ മണ്ഡലത്തിൽ ആകെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 400ഓളം ഗവേഷക ഗൈഡുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേർത്ത നമുക്കൊരു 5000 താഴെ ആളുകൾ മാത്രമുള്ള വളരെ ചെറിയ റിസർച്ച് കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ മലയാള കേരള പഠനത്തിൻ്റെ. വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നതാണ് മലയാള കേരള ഗവേഷണത്തിൽ. പ്രത്യേകിച്ച് അത് വളരെ ജോഗ്രഫിക്കൽ ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നടക്കുന്ന ഒരു വളരെ ചുരുക്കം ഗവേഷണ ജ്ഞാനമണ്ഡലത്തിൽ ഒന്നാണ് മലയാളം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയാണ് ഏറ്റവും എന്താ പറയുക പിറകിലേക്ക് നമ്മുടെ ഗവേഷണം ഉണ്ടാകുന്നത്. ഇന്റഗ്രേഷന്റെ അഭാവമുണ്ട്. മലയാളത്തിൽ ഒരു ഇന്ത്യ വിഷയത്തിൽ ഇന്ത്യയെ കുറിച്ച് എത്ര ഗവേഷണം നടന്നിട്ടുണ്ട്, എത്ര ഗവേഷകർ ഇപ്പോൾ ഗവേഷണം ചെയ്യുന്നുണ്ടെന്ന് ഒരു ഗവേഷക മാർഗദർശിക്കും ഗവേഷണ സ്ഥാപനത്തിനും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് അത്രയേറെ സ്കാറ്റേഡ് ആയിട്ടാണ് നമ്മുടെ ഗവേഷണം നിലനിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യത്തെയാണ് വളരെ ഉടനടി നമ്മൾ മറികടക്കേണ്ടത് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേരളീയ സമൂഹത്തിന് ആവശ്യമായ ഗവേഷണം എന്താണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മുടെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇവിടെ നടക്കേണ്ട ഗവേഷണം എന്ന് നമ്മുടെ അക്കാദമിക സമൂഹത്തിനകത്തോ പൊതുസമൂഹത്തിനകത്തോ ഒരു പൊതു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ ഗവേഷണത്തെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തായാലും മലയാള ഗവേഷണത്തിന്റെ ഭാവി ഈ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഗവേഷണം തുടങ്ങുന്ന ആളുകൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഗവേഷണങ്ങൾ ഈ 6 കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യത പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നാധിഷ്ഠിതമായ ഗവേഷണം എന്നത് റിസർച്ച് പ്രോബ്ലം നമ്മുടേതായ എൻസൈക്ലോപീഡിക് ആണ് മലയാള ഗവേഷണങ്ങളിൽ. പൊതുവായ കാര്യങ്ങളെ കുറിച്ചുള്ള പൊതു വിലയിരുത്തലുകളും പൊതു ക്രോഡീകരണങ്ങളെയാണ് മലയാള ഗവേഷണത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള സംഘകാലം തൊട്ടിട്ട് ആധുനികാനന്തര കാലം വരെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ എഴുതി വെച്ച് പോകുന്ന രീതിയിലേക്കുള്ള അസൈൻമെന്റ് എഴുതുന്ന രീതിയിലാണ് പല ഗവേഷണങ്ങളും വരുന്നത്. പല വിഷയങ്ങളും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഭയങ്കര മൈക്രോ ലെവലിലായിട്ടുള്ള പ്രത്യേകിച്ച് യാതൊരു ഗവേഷണ പ്രശ്നവും ഇല്ല. ആ ഗവേഷണ പ്രശ്നം എന്തായിരിക്കണം? അത് പക്ഷെ മലയാള കേരള പഠന പദ്ധതിയുടെ ഗവേഷണ പ്രശ്നമായിരിക്കണം. അത് ഗവേഷകന്റെ പ്രശ്നം. അവിടെയുള്ള റിസർച്ച് ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ആ റിസർച്ച് ഗ്യാപ്പുകളെ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗവേഷണ പരിപ്രേക്ഷ്യം മലയാള അക്കാദമിക സമൂഹത്തിനകത്ത് ഉണ്ടായാൽ മാത്രമേ ഗവേഷണ പ്രശ്നങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഗവേഷണം വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഗവേഷണം നിങ്ങൾക്ക് പ്രശ്നാധിഷ്ഠിതമാണ് എന്ന് നിങ്ങൾ ഉറപ്പ്, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ നിങ്ങൾ ഗവേഷണ ചോദ്യങ്ങളാക്കി വികസിപ്പിക്കുക. 5-6 ഗവേഷണ ചോദ്യങ്ങളാക്കി നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം കൃത്യമായി എടുത്താൽ നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവേഷണം ഓട്ടോമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതെന്താണ് അറിയാതിരിക്കലാണ് 5 വർഷം കൊണ്ട് സംബന്ധിക്കുന്ന ഒരു ഗവേഷണ പ്രക്രിയ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഗവേഷണങ്ങൾ അന്തർവൈജ്ഞാനിക ബഹുവൈജ്ഞാനിക മണ്ഡലത്തിൽ മാത്രമാണ്. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് അത് നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ അതിനകത്ത് നിങ്ങൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ടുവന്നേ മതിയാവും എന്നാണ് കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യത്യസ്തമായ ഡിസിപ്ലിനാരിറ്റികളെ മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ ജ്ഞാന മണ്ഡലത്തിനകത്താണ് ഞാനും നിങ്ങളും അടക്കമുള്ള അതായത് മനുഷ്യൻ ഇതുവരെ
വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളിലൂടെ മുഴുവൻ ആർജിച്ചെടുത്ത ജ്ഞാനങ്ങളെയോ അല്ലെങ്കിൽ അറിവുകളെയൊക്കെ ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾറെഡി നേറ്റീവ് ഡിജിറ്റൽ എന്ന് പറയാവുന്ന ഡിജിറ്റൽ ഡാറ്റയുണ്ട്. ഈ ഡിജിറ്റൈസ്ഡ് ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയും എല്ലാം ചേർന്ന് അവയെ പ്രോസസ് ചെയ്യുന്ന ഒരു വലിയ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിന്റെ വലിയ ഒരു പുതിയ എന്താ പറയാ ജ്ഞാന മേഖല ഇന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. സാമൂഹ്യ മാനവിക വിഷയങ്ങളെല്ലാം ഈ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് പറയുന്ന ഒരു വിഷയത്തിനകത്താണ് നിലനിൽക്കുന്നത്. ആ അംബ്രലയെ കുറിച്ച് ഉണ്ടാവണം, അവിടെ ഇന്ന് കണക്ടിവിറ്റി ഉണ്ടാവണം, അതിന്റെ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഗവേഷണത്തിന്റെ 5 ഘട്ടങ്ങളിൽ ഉണ്ടെന്ന് പറയാം. പ്രോസസ് ഒക്കെ മറ്റേ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ഗവേഷണ പ്രശ്നം കണ്ടെത്തി അവസാനം നിങ്ങൾ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത് പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള ഈ ഘട്ടങ്ങളിൽ ഉടനീളം വ്യത്യസ്തമായ സാങ്കേതിക വിദ്യയുടെ ആ സാങ്കേതിക വിദ്യയുടെ സന്നിവേശം ടെക്നോളജിക്കൽ ടൂൾസ് ഉറപ്പിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ ഗവേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മൾട്ടി വോയിസസ് കടന്നു വരിക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രത്യേക വിഷയത്തെ കുറിച്ച് നാം ഞാൻ എന്നൊക്കെ പറയുന്ന ഈ ഏകസ്വര അല്ലെങ്കിൽ ഏകവാചിയായിട്ടുള്ള അത്തരം സമീപന രീതികളെ നിങ്ങൾ സ്വയം മറികടക്കുകയും ഒരുപക്ഷെ ഈ പറയുന്ന നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഗതിയോട് മൾട്ടിപ്പിൾ വോയിസസ് എങ്ങനെയാണ് കടന്നു വരിക, ഇതിനെങ്ങനെയാണ് സ്ത്രീപക്ഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതിനെങ്ങനെയാണ് ദളിത് പക്ഷം നോക്കിക്കാണുന്നത്, ഒരുപക്ഷെ ഒരു പ്യുവർ കമ്മ്യൂണിറ്റി ഇതിനെങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ ഭാഷയെ അവരെങ്ങനെയാണ് കാണുന്നത്, ഒരു ഡിസേബിൾഡ് ആയ ഒരു പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഇന്റർസെക്ഷണൽ സമീപനങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് ഗവേഷണത്തെ സംബന്ധിച്ചും. ഒരുപക്ഷെ അപ്പോൾ നമ്മൾ നേരത്തെ ഉറപ്പിച്ചു വെച്ചിരുന്ന പല പ്രമാണങ്ങളും നമ്മുടേതായ ചില പ്രമാണങ്ങളും അത് ഈ പൊതുധാരയുടേതാണെന്നും ആ പൊതുധാരണകളെ ചോദ്യം ചെയ്യുന്ന ഒരു ജ്ഞാന സമീപനം പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാനത്ത് എളുപ്പത്തിൽ പൊളിച്ചു കളയുമെന്നുള്ള ധാരണയുണ്ടാവണം. ഇന്റർസെക്ഷനാലിറ്റി സമീപനങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇൻക്ലൂസീവ് നാച്ചർ നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകുന്നുള്ളൂ എന്ന കാര്യം ഉറപ്പാക്കണം. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പുതുകാല ഡിജിറ്റൽ നൈതികതയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങൾ നൽകുന്ന ഓരോ പ്രബോധനയിലും അത് ഏത് സ്വഭാവത്തിലുള്ളതായും അത് കൃത്യമായിട്ട് നിങ്ങൾ പറയുകയും അതിനകത്ത് നിങ്ങളുടെ ഷെയർ എത്രയാണ്, മറ്റൊരാളുടെ ഷെയർ എത്രയാണ്, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആത്മനിഷ്ഠമായിട്ടുള്ള ആത്മം എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യും. നിങ്ങളുടെ ലിമിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഗവേഷണ പ്രബന്ധത്തെയോ അതിന്റെ പ്രൊഡക്റ്റുകളെയോ ബൈ പ്രോഡക്റ്റുകളെയോ നിങ്ങൾ എവിടേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നതിന് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ നൈതികമായ ധാരണകൾ ഈ സമകാലിക ഗവേഷണത്തിൽ ഉണ്ടാകേണ്ട സമീപന വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട 6 കൺസേൺസ് എന്ന് പറയുന്നത്. എന്തായാലും അതിനെ വിശദീകരിച്ചവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എഴുതിയിരുന്നു. ഇവിടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഞാനിനി ചില ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്വീകരിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് മലയാള ഗവേഷണം ഒരു പുതിയ ഗവേഷണ അന്തരീക്ഷത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസുകൾ എങ്ങനെയാണ്, അത് നിങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് സാമാന്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് ടെക്നോളജിനകത്തേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞായിട്ടുള്ള ചില ടൂളുകളെയും ചില പ്രപ്പോസലുകൾ ഓടിച്ചൊന്ന് പറയാൻ ഈ 9 ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചത് നിങ്ങളുടെ ഗവേഷണത്തിന്റെ ഈ ഗവേഷണ പ്രശ്നം തിരിച്ചറിയുന്നത് ഗവേഷണ പ്രസിദ്ധീകരണം വരെ നമുക്ക് ഈ പറയുന്ന 9 ഘട്ടങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻസും എക്സിക്യൂഷനും ഹൈപ്പോതെസിസും ഉണ്ടാകുകയും അതിനുശേഷം നിങ്ങളുടെ റിസർച്ച് ഡിസൈനിങ് ഉറപ്പിക്കുകയും അതിനുശേഷം നിങ്ങൾ ഡാറ്റ കളക്ഷനിലേക്ക് പോവുകയും ആ ഡാറ്റ കളക്ഷനിൽ ഡാറ്റ കാറ്റഗറൈസേഷൻ ഡാറ്റ അനാലിസിസ് ഫൈൻഡിങ്ങുകൾ കണ്ടെത്തി നിങ്ങൾ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങൾക്കകത്ത് ഒക്കെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ചില ടൂളുകളെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു മണ്ഡലം റിസർച്ച് ഓണി എന്ന് പറയുന്ന സാൻഡേഴ്സിന്റെ ഒരു ഘടനയാണ് റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലകളിലൊക്കെയും ഈ പറയുന്ന വ്യത്യസ്തമായ സ്ഫിയറുകളിലൊക്കെയും ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഒന്ന് പോകാം. അവസാനിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് 40 ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ
കുറെ കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ മതിയാവും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷണത്തിന്റെ പല ഘട്ടങ്ങൾക്കകത്തും നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗവേഷണാത്മകമായ വായന, ഗവേഷണാത്മകമായ രചന ഒക്കെയും നമ്മൾ ഇതുവരെ ശീലിച്ചു വന്നിട്ടുള്ള വായനകളിൽ നിന്ന്, ശീലിച്ചു വന്നിട്ടുള്ള എഴുത്തുകളിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം വിമുക്തരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ്വാദനനിഷ്ഠമായ ഒരു വായനയല്ല, മൂന്നുതരം വായനയുണ്ട് അറിയാം ഗവേഷണവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ടെക്നിക്കൽ റൈറ്റിംഗിന്റെ കാര്യത്തിനകത്ത് ഇതിലൊക്കെ നമ്മൾ കൃത്യത ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈവൻ അതൊരു പാരഗ്രാഫ് എങ്ങനെ എഴുതണം, ഒരു ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിന്റെ രീതികൾ എന്തൊക്കെ ആയിരിക്കണം, അതിനകത്ത് ആദ്യത്തെ വാക്യം എന്തായിരിക്കണം, അതെന്തുകൊണ്ടാണ് ഒരു ആർഗ്യുമെന്റേറ്റീവ് സെന്റൻസ് ആയിരിക്കുന്നത്, അതിന്റെ കോംപ്ലിമെന്ററി സെന്റൻസ് 2 or 3 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യം എന്തായിരിക്കണം, മൂന്നാമത്തെ വാക്യം എന്തായിരിക്കണം, നാലാമത്തെ വാക്യം, ഇങ്ങനെ 4 വാക്യങ്ങൾ അടങ്ങിയ പാരഗ്രാഫുകളാണ് സാധാരണ രീതിയിൽ ഫിസിക്സിന്റെ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഉണ്ടാവുന്നത്. 5ാമത്തെ ഒരു വാക്യം അവിടെ എന്തുകൊണ്ട് പാടില്ല. ഈ രീതിയിലേക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും യുക്തിപൂർവകമായിട്ടും എഴുതുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഈ തോട്ട് പ്രോസസ്, നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനത്തിലുള്ള തോട്ട് പ്രോസസ്, റിസർച്ച് ഡിസൈനകത്ത് നിങ്ങൾ ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പ്രബന്ധത്തിലേക്ക്, സാധാരണ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതെന്നാണ് ഗവേഷണം എന്നാണ് ധാരണ. അതായത് പല ആൾക്കാരും ചോദിച്ചാൽ പറഞ്ഞാൽ 1ാമത്തെ ചാപ്റ്റർ ആലോചിക്കുന്നത്, 1ാമത്തെ ചാപ്റ്റർ എഴുതി 2ാമത്തെ ചാപ്റ്റർ എഴുതി, ആളുകൾ വിചാരം ചാപ്റ്റർ എഴുത്താണ് ഗവേഷണം. ചാപ്റ്റർ എഴുത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവേഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. ഗവേഷണ പ്രവർത്തനം നടന്നതിന് ശേഷം നിങ്ങൾ നടത്തുന്ന റിപ്പോർട്ട് റൈറ്റിംഗ് മാത്രമാണ്, മലയാള ഗവേഷണത്തിനകത്ത് മാത്രമാണ് ഈ പറയുന്നത്. അത് സാഹിത്യമാണ് ഗവേഷണം, സാഹിത്യരചനയാണ് ഗവേഷണം എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ അക്കാഡമിക് റൈറ്റിംഗ് സ്കില്ലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ റിസർച്ച് ക്വസ്റ്റ്യൻസിനെയും കീവേഡുകളെയും വെച്ചുകൊണ്ട് നിങ്ങൾ ചാപ്റ്ററുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററുകളെ സബ് ചാപ്റ്ററുകൾ, സബ് ഹെഡിങ്ങുകളായിട്ട് നിങ്ങൾ തരംതിരിച്ച് കൃത്യമായ റിസർച്ച് ഡിസൈൻ വഴി നിങ്ങൾ ആദ്യമേ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പുതിയ ഗവേഷകരോടാണ് പറയുന്നത്, ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് എത്ര സബ് ടോപ്പിക്കുകൾ ഉണ്ട്, സബ് ഹെഡിങ്ങുകൾ ഉണ്ടെന്നും അത് എത്ര ലെങ്ത് വരെ ആകാമെന്നത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിസർച്ച് ഡിസൈനകത്ത് കൊണ്ടുവന്നാൽ ഒരു ചാപ്റ്റർ 70 പേജാണെങ്കിൽ ആ 70 പേജിനകത്ത് നിങ്ങളിപ്പോൾ നോക്കുന്നത് എത്ര പാരഗ്രാഫ് വരും എന്ന് നിങ്ങൾ ആദ്യമേ ഉറപ്പിക്കാൻ പറ്റും. അതിനാവശ്യമായ ഡാറ്റ എന്താണ് എന്ന് അന്വേഷിച്ച് ആ ഡാറ്റ എടുത്ത് ആ ഡാറ്റ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ അനാലിസിസ് കൊടുക്കുക എന്നതാണ് ഗവേഷണം. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഡാറ്റ എടുത്ത് ആ ഡാറ്റയ്ക്കകത്ത് ഒരുപാട് കെട്ടി പറഞ്ഞ് ഇതെല്ലാം കൂടി എടുത്തിട്ട് പിന്നെ അതിനെല്ലാം ഒന്ന് സ്ട്രക്ചർ ചെയ്ത് എന്തോ ആക്കിയെടുക്കുന്ന ഒന്നാണ് ഗവേഷണം പലപ്പോഴും ധരിക്കുന്നത്. വളരെ തെറ്റായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല മേഖലകളിലേക്കും നിങ്ങൾ ഭയങ്കര എക്സോസ്റ്റീവായി പോവുകയും നിങ്ങൾ അവസാനം ആകെ നിങ്ങളുടെ ഗവേഷണം കൊളാപ്സ് ആവുകയൊക്കെ ചെയ്യും. നിങ്ങൾ അവസാനം 5 വർഷം കഴിയുമ്പോൾ ഇതുവരെ അന്വേഷിച്ചൊന്നുമല്ല, ഇതുവരെ കളക്ടൊന്നുമല്ല എനിക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചറിവിലേക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന് ടൈം ലൈൻ കൂടെ, ടൈം ഫ്രെയിം വർക്ക് കൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഈ മാസം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ ആഴ്ച എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൃത്യമായി അടയാളപ്പെടുത്തി ഗവേഷണത്തിലേക്ക് പോകാൻ കഴിയും. അതൊക്കെ മേഖലയിലേക്ക് സൂചിപ്പിക്കുന്നത് മാത്രം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന 1ാമത്തെ മേഖല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഡാറ്റകൾ ഇവിടെ കൃത്യമായ അവിടെയാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യമായ ഡാറ്റ എന്ന് ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റകൾ എവിടെ നിന്ന് കിട്ടും എന്നത്. അപ്പൊ ആ ഡാറ്റ മൈനിങ്ങിന് ആവശ്യമായ ടൂളുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഡാറ്റകൾ സെർച്ച് ചെയ്യാനും ഈ പറയുന്ന കീവേഡുകളെ ഈ പറയുന്ന ഡാറ്റ റിസോഴ്സുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ നമുക്ക് ധാരാളം ഉണ്ട്. അത്ര സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കീവേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗൂഗിൾ നിങ്ങൾ അയച്ചു നോക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ബേസ് പോലുള്ള അക്കാഡമിക് റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് സെർച്ച് എഞ്ചിനുകളുണ്ട്. ബേസിനെയൊക്കെ പോലെയല്ല, ആ സെർച്ച് എഞ്ചിനുകളിലൊക്കെ നിങ്ങൾ കീവേഡ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം എന്തുവാണ് നിങ്ങളുടെ കീവേഡുകൾ നോക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ റിസോഴ്സിന്റെ വലിയ ഒരു ടൂൾ അത് നൽകുകയും ആ ഡാറ്റയിലേക്ക് നിങ്ങൾക്ക് വരികയും ചെയ്യും. അത് നിങ്ങൾ ഒരുപാട് കാലം ഒരു ലൈബ്രറിയിൽ കിടന്ന് കുത്തി മറിയതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഡാറ്റ ഗ്രാബ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭ്യമാണ്. അല്ലെങ്കിൽ സ്കോളർ AI പോലെയുള്ള നമുക്ക് ധാരാളം AI ടൂളുകൾ, അതിലേക്കൊന്നും പോകാൻ സമയമില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാരാളം ടൂളുകളും റെപ്പോസിറ്ററികളും നമുക്ക് ലഭ്യമാണ്. AI അസിസ്റ്റന്റ് നമുക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഗവേഷണ പ്രോജക്റ്റോ അല്ലെങ്കിൽ കീബോർഡുകളോ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമായ ഈ പറയുന്ന റിസോഴ്സുകളെയും ആ റിസോഴ്സുകളുടെ അബ്സ്ട്രാക്റ്റുകളെയും അതിനകത്തുള്ള പ്രധാനപ്പെട്ട വേർഡുകളെയും കാണിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ആ പ്രബന്ധങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അതിന്റെ സമ്മറി തയ്യാറാക്കുകയോ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ്ങുകളും സൈറ്റേഷനുകളൊക്കെ കൊടുക്കുകയോ ചെയ്യുന്ന രീതിയിൽ നല്ല റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് AI ടൂളുകൾ നമുക്ക് ലഭ്യമാണ്. സമയം സെഷന്റെ അവസാനത്തിൽ ഞാൻ ചില ടൂളുകൾ സൂചിപ്പിക്കാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ടൂളുകളുടെ സഹായം തന്നെ മൾട്ടിപ്പിൾ ഫോം ഓഫ് ഡാറ്റയും നിങ്ങൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിലേക്ക് നിങ്ങൾക്ക് കീവേഡ് അടിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം ഡാറ്റയാണ് നിങ്ങൾക്ക് എടുത്തത്. ആ ഡാറ്റകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല, പലതും ആവശ്യമുള്ള ഡാറ്റകളായിരിക്കില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കേണ്ടത് പഠിക്കുന്നത്, ഏത് തരം സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെട്ട ഒരുപാട്, ഞാൻ അതിന്റെ സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മലയാള കേരള പഠനവുമായി ബന്ധപ്പെട്ട് ഇന്നും നിലവിലുള്ള പ്രധാനപ്പെട്ട ഡാറ്റാബേസുകൾ ഏതൊക്കെയാണ്
പരിചയങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതികളൊക്കെയാണ് പരിചയപ്പെടുത്താൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു മേഖല അതാണ്. രണ്ടാമത്തെ മേഖല, അങ്ങനെ കിട്ടുന്ന ഡാറ്റകളെ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് നോട്ടുകൾ തയ്യാറാക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ അനോട്ടേഷൻ തയ്യാറാക്കുന്നത്. 3 തരം സംഗതികളാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലെ. കൊട്ടേഷൻസ് നിങ്ങൾ എടുക്കണം, അനോട്ടേഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടതിന് വരും, സമ്മറി എടുക്കേണ്ടി വരും അല്ലെ. ഈ പറയുന്ന സമ്മറികൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ അനോട്ടേഷൻസ് തയ്യാറാക്കുക, കൊട്ടേഷൻസ് തയ്യാറാക്കുക. ഇത് 3 പ്രധാനമായിട്ടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോട്ടുകൾ തയ്യാറാക്കുക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഒരു പുസ്തകം നേരത്തെ കാലത്ത് ഗവേഷണത്തിൽ ഞാൻ വിഷയം ചെയ്ത സമയത്ത് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർഡ് സിസ്റ്റമാണ്. ഇപ്പൊ നമ്മളെ കാർഡ് സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്നു. അതിനൊക്കെ കൃത്യമായ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ പുസ്തകം ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവിതകാലം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവുകളെയും നോട്ടുകളോ കൊട്ടേഷൻസ് ഒക്കെ മാറ്റി സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഏത് ഗവേഷണ പേപ്പറിനകത്ത് ഇൻസെർട്ട് ചെയ്യാവുന്ന പല സോഫ്റ്റ്വെയറുകളാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സെറ്റോവെ പോലുള്ള മെൻലെ പോലുള്ള ധാരാളം സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് സെഷൻ നിങ്ങൾക്ക് ഈ റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കലാണ് മെത്തഡോളജി എന്ന് തെറ്റിദ്ധാരണ നമുക്കുണ്ടായിരുന്നു. റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. MLA സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ശൈലിയും നിങ്ങൾ പഠിക്കേണ്ടതില്ല. കാരണം ആ ശൈലികളൊക്കെ വന്ന് നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കാണാതെ പഠിക്കുക. ഓതർ ഏതാണ് എഴുതുന്നത്, മറ്റെങ്ങനെയാണ് എഴുതുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മൾ ഗവേഷണമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല, അതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, അതൊക്കെ ടെക്നോളജിയാണ് ചെയ്യുന്നത്. നിങ്ങൾ നടത്തുന്നത് ജ്ഞാനോൽപാദനം, മറ്റെല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സോഫ്റ്റ്വെയർ സെറ്റേറിയ പോലെ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ തയ്യാറാക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ സോഫ്റ്റ്വെയറിനകത്ത് ആ PDF-നകത്ത് ഹൈലൈറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ നിങ്ങൾക്ക് കൊട്ടേഷൻസ് ആക്കി മാറ്റുകയും അതിന് സൈറ്റേഷൻ കൊണ്ടുവരികയും റഫറൻസ് കൊണ്ടുവരികയും നിങ്ങളുടെ പേപ്പറിനൊക്കെ ഇൻസെർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രബന്ധം എഴുതുന്ന സമയത്തല്ല, ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളിലൂടെ നിങ്ങൾക്ക് 4-5 ദിവസം വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അത്രയധികം വർക്ക്ഷോപ്പുകൾ ഇത്ര സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. മറ്റൊന്ന് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്. മലയാളം തീരെ ഉപയോഗിച്ചില്ല. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുകൾ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആവശ്യമില്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുകൾ ധാരാളം നമുക്ക് ലഭ്യമാണ്. അത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് മൾട്ടിമീഡിയ അനാലിസിസ്, സർവേ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഗവേഷണങ്ങൾ നടക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുകളുടെ ആവശ്യം വരും എന്നതാണ്. അതാണ് 3ാമത്തെ മേഖല എന്ന് പറയുന്നത്. 4ാമത്തെ മേഖല എന്ന് പറയുന്നത് ഒരു തിസീസ് എഴുതുന്ന സമയത്ത്, ഒരു ജേർണൽ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന, ആർട്ടിക്കിൾ എഴുതാൻ സഹായിക്കുന്ന ഓതറിംഗ് സോഫ്റ്റ്വെയറുകളാണ്. ധാരാളം പ്രബന്ധരചനയ്ക്ക് ആവശ്യമായ സോഫ്റ്റ്വെയറുകളാണ്. അങ്ങനെ ധാരാളമായ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭ്യമാണ്. കോളാബറേറ്റീവ് ആയിട്ട് എഴുതാവുന്ന ഗൂഗിൾ ഡോക്സ് പോലെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉപയോഗിക്കാം, സെറ്റേറിയ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്തായാലും യൂണിക്കോഡ് അധിഷ്ഠിതമായിരിക്കണം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ സെർച്ചബിൾ ആയിട്ടുള്ള മെറ്റാഡാറ്റ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻഡെക്സിംഗ് സാധ്യമായിട്ടുള്ള പുതിയ തരം ടെക്സ്റ്റ് എഡിറ്റേഴ്സിലാണ് നിങ്ങളുടെ ടെക് പോലെയുള്ള ഗവേഷണങ്ങൾ വന്നിട്ടില്ല. ടെക്കിലാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പുതിയ സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ദത്ത ശേഖരണത്തിലായാലും ഈ ദത്ത വിശകലനത്തിന്റെ കാര്യത്തിലായാലും ഈ കാറ്റഗറൈസേഷന്റെ കാര്യത്തിലായാലും പ്രബന്ധ രചനയുടെ കാര്യത്തിലായാലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതോടൊപ്പം തന്നെ പബ്ലിക്കേഷനകത്തും ധാരാളം സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഏരിയ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ പ്ലേജറിസം പോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പോസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് റൈറ്റിംഗ് സംഗതികളുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ. ഞാൻ പറഞ്ഞ ഈ 5 മേഖലകൾക്കകത്തും നിരവധിയായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി അക്കാഡമിക് കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. നിരവധി പബ്ലിഷിംഗിന്റെ മേഖലയിൽ, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷന്റെ മേഖലയിൽ ഒക്കെ ധാരാളം സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള സിസ്റ്റത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ പൂരിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല, സാമാന്യം ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഇതാണ് ഒരു ഡാറ്റ കളക്ഷൻ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ഗവേഷണ പ്രബന്ധം നമ്മൾ നടത്തുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് നമ്മുടെ ടോപ്പിക് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആർട്ടിക്കിളുകൾ ശേഖരിക്കും, ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിക്കും, നമ്മുടെ ഗൈഡുകളിൽ നിന്നും കാര്യങ്ങൾ ചോദിക്കും, കുറെ കോൺഫിഡൻസ് പേപ്പർ ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രബന്ധം തയ്യാറാക്കും. അതിനകത്തൊക്കെ നമ്മൾ സൈറ്റേഷൻസ് ഡയറക്റ്റ് നമ്മൾ പ്രബന്ധത്തിലേക്ക് കൊണ്ടുണ്ടാവും. പ്രബന്ധത്തിനകത്ത് 4-5 സൈറ്റേഷനുകൾ ഉണ്ടാവും. ആ സൈറ്റേഷനുകളിൽ നിന്ന് പിന്നെ അതിന് ശേഷം നമ്മൾ റഫറൻസ് തയ്യാറാക്കുമ്പോൾ
നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ സൈറ്റേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് താഴെ റഫറൻസ് ആയിട്ടില്ല. അതായത് നിങ്ങളൊരു പേപ്പർ എഴുതാൻ വേണ്ടി 250 ആർട്ടിക്കിളുകൾ നിങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കും. 250 ആർട്ടിക്കിൾസ് അതിനകത്ത് ആകെ ചിലപ്പോൾ നിങ്ങൾ ആകെ വായിക്കുക 20 ആർട്ടിക്കിൾ. ആഴ്ച ആർട്ടിക്കിൾ തന്നെ 20 ഒരു 5 ആർട്ടിക്കിളായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന പ്രബന്ധത്തിന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന 5 ആർട്ടിക്കിളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ 5 ആർട്ടിക്കിൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ 2 ആർട്ടിക്കിൾ വെച്ചിട്ട് പോലും നമ്മൾ പ്രബന്ധം എഴുതും. അപ്പൊ യഥാർത്ഥമായിട്ട് വരുന്ന സൈറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ള സൈറ്റേഷൻസുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പറയുന്ന സെക്കൻഡറി എന്നൊക്കെ പറയാവുന്ന തൃതീയം എന്നൊക്കെ പറയാവുന്ന ആഗ്രഹങ്ങൾ. അപ്പൊ ആ സൈറ്റേഷൻസ് മാത്രം ഉണ്ടാവും. പക്ഷെ നമ്മൾ റെഫറൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സൈറ്റേഷനുകളെ റെഫറൻസുകളാക്കി മാറ്റുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഇതിലുള്ള മുഴുവൻ പുസ്തകത്തെ അതുകൊണ്ട് റെഫറൻസിലേക്ക് എഴുതി ചേർക്കുക എന്ന് പറയുന്ന വളരെ തെറ്റായ ഒരു രീതിയാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. ഇവിടെ റെഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടണം. അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വായിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ വീടോ ഒക്കെ വായിക്കുന്ന എല്ലാത്തരം ഡാറ്റകളെയും അത് ഇന്റർനെറ്റ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ 48ഓളം വ്യത്യസ്തമായ ഡാറ്റ സോഴ്സുകളാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുള്ളത്. പുസ്തകങ്ങൾ മാത്രമല്ല പലതരം ഓഡിയോ, വീഡിയോ, പോഡ്കാസ്റ്റിംഗ്, ഇന്റർവ്യൂ ഇങ്ങനെയുള്ള പല പല ഡാറ്റകൾ ഉണ്ടാവും. ഈ ഡാറ്റകളൊക്കെ നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെയൊക്കെ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് അത് കൊണ്ടുവരികയും അതിന്റെയൊക്കെ കോപ്പി എടുക്കുകയും നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലെ മുഴുവൻ ഡാറ്റകൾ അല്ലെങ്കിൽ ആ പേജിലെ ഡാറ്റകൾ, ആ പുസ്തക PDF രൂപത്തിലെ ഡാറ്റകളൊക്കെ നോട്ടുകളാക്കി എടുത്ത് മാറ്റിക്കും. അതിന്റെ മെറ്റാഡാറ്റ തയ്യാറാക്കിയിട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ശേഖരിച്ചിട്ട് ഈ ലൈബ്രറി ഈ പറയുന്ന ഇന്റർഫേസ് കൂടെ ആണ് ഇത് മുഴുവൻ ശേഖരിക്കുന്നത്. നിങ്ങൾ ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ആ പേപ്പർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ സെന്റൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാക്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്യത്തിനകത്ത് വേറെ ഏതെങ്കിലും ഉദ്ധരണികൾ നിങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സുകൾ കാണിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഈ സോഫ്റ്റ്വെയർ അവിടെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനം നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് അവിടെ സൈറ്റേഷൻ ആയിട്ട് അവിടെ ആഡ് ചെയ്യുകയും ആ സൈറ്റേഷനുകൾ നിങ്ങൾ ആ പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ റെഫറൻസ് ലിസ്റ്റിലേക്ക് വരികയും വേണമെങ്കിൽ അഡീഷണൽ റെഫറൻസ് ലിസ്റ്റിലേക്ക് മറ്റ് പുസ്തകങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേപ്പറിനെ പൂർണ്ണമായിട്ടും ഈ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ട് എന്താ പറയുക ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്ന പണിയാണ് ഈ റെഫറൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. എന്നോട്ട് പോലെയുള്ള സെറ്റോറെ പോലെയുള്ള മെൻലെ പോലെയുള്ള റഫ് വർക്ക്സ് പോലെയുള്ള ധാരാളം സോഫ്റ്റ്വെയറുകൾ ഈ മേഖലയിലുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും പ്രബന്ധം എഴുതുന്ന സമയത്തല്ല, ഗവേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ, ഗവേഷണം എന്ന് പോലും പറയില്ല, നിങ്ങൾ പഠനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തുടങ്ങുക എന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാകണം നടക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ നിങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേപ്പറിന്റെ സ്റ്റൈൽ ഏതായിരിക്കണം ചോദിക്കും. നിങ്ങൾക്ക് MLA 9th എഡിഷൻ വേണോ, 8th എഡിഷൻ വേണോ, APA വേണോ, വാൻകൂവർ വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാർവാർഡ് ശൈലിയിൽ വേണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പേപ്പറിനെ പൂർണ്ണമായ ശൈലിയിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റുകയും വേണമെങ്കിലും ശൈലിയിൽ നിന്ന് വേറെ ശൈലിക്ക് കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിക്ക്, അതായത് ഉദാഹരണമായിട്ട് ചെങ്ങഴി എന്ന് പറയുന്ന ഗവേഷണ മാസിക നിങ്ങളുടെ MLA ശൈലിയാണ് ആവർത്തിക്കുന്നത്. ഞങ്ങളുടെ അറിയാം APA ആണെങ്കിൽ നിങ്ങളുടെ പേപ്പറിനെ പൂർണ്ണമായിട്ട് റീറൈറ്റ് ചെയ്യാതെ തന്നെ MLA ശൈലി പൂർണ്ണമായിട്ടും APAയിലേക്ക് വിത്തിൻ സെക്കൻഡ്സ് സ്വിച്ച് ഓവർ ചെയ്യാവുന്ന സംവിധാനങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയറുകളുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ സൗകര്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ പറയുന്നത് ഈ ടെക്നിക്കൽ ആസ്പെക്ട് ഒക്കെ ടെക്നോളജിക്ക് വിട്ടുകൊടുക്കുകയും ഈ നേരത്തെ പറഞ്ഞ ഓണ്ടോളജിക്കലായിട്ടുള്ള എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള നിങ്ങൾ ആക്സിയോളജി എന്നത് നിങ്ങളുടെ ഗവേഷണ മേഖലയിലെ പ്രധാനപ്പെട്ട പില്ലറുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ചെയ്യുക എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയുള്ള ധാരാളം സോഫ്റ്റ്വെയർ കൂടെ ഉണ്ട്. വായനയുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങളെ ഒഴിവാക്കുകയാണ്. ഞാൻ ചില സോഫ്റ്റ്വെയറുകളെ കുറിച്ച് സാമാന്യമായി സൂചിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജേർണൽ ഇൻഡെക്സും സൈറ്റേഷൻ ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേപ്പർ 3യുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വേറെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ്. സോഫ്റ്റ്വെയറിലേക്ക് ചില പ്ലാറ്റ്ഫോമുകളിലേക്കും ഞാനൊന്ന് പെട്ടെന്നൊന്നും പോയി വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് മാറ്റാൻ വിചാരിക്കുന്നുള്ളത് 5 മിനിറ്റ് കൂടെ ഞാൻ അതിലേക്ക്. നിങ്ങൾ എല്ലാവരും ഗവേഷകരെന്ന രീതിയിൽ ഈ കാണുന്ന ഓപ്പൺ ഷെയറിംഗ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയും ഇവിടെയൊക്കെ നിങ്ങൾ ഒരു റിസർച്ചർ ആയാലും റിസർച്ച് ID ഉണ്ടാവണം. ഇപ്പൊ ഓപ്പൺ ID പോലെയൊക്കെയുള്ള ചില റിസർച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർക്കിഡ് എന്നൊക്കെ പറയുന്ന ചില ഐഡികളുണ്ട്. ഈ ഐഡികൾ റിസർച്ചേഴ്സിന് നൽകുന്ന ഒരു യുണീക്ക് ഐഡിയാണ്. അപ്പോൾ ഓർക്കിഡ് ഒരു പ്രൊഫൈൽ ഉണ്ടാവുക, റിസർച്ച് അല്ലെങ്കിൽ ഓപ്പൺ AI ഐഡികൾ ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ്. അപ്പോൾ റിസർച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു
ID കാർഡ് കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾ ഇന്റർനാഷണലി നിങ്ങൾക്ക് റിസർച്ചർ ഐ ഡി ഉണ്ടാക്കുക. ആ റിസർച്ച് ID ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് കൺസോർഷ്യങ്ങൾ ആക്സസ് ചെയ്യുക, നിങ്ങളുടെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയൻസിന്റെ മേഖലയിലും ഹ്യൂമാനിറ്റീസിന്റെ മേഖലയിലും ഒക്കെ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ഈ ഐഡികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും റിസർച്ച് ജേണലിൽ വായിക്കാനോ അല്ലെങ്കിൽ റിസർച്ച് ജേണലിലേക്ക് ആർട്ടിക്കൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിന് പകരം നിങ്ങൾക്ക് ഈ യുണീക്ക് ID ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഓർക്കിഡ് ഐഡിയോ മറ്റോ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള ഏത് റിസർച്ച് ജേണലുകളിലേക്കും നിങ്ങൾക്ക് ആർട്ടിക്കൽ സബ്മിറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും കഴിയും. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയുടെ പ്രൊഫൈലിന് താഴെ നിങ്ങളുടെ പബ്ലിക്കേഷനിലേക്ക് അത് ലിസ്റ്റ് ചെയ്ത് വരികയും നിങ്ങളുടെ ഓതർ ഇമ്പാക്ട് ഫാക്ടറിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുക ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഓർക്കിഡ് ID ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഞാൻ ഈ പറയുന്ന ഇതിൽ ചിലതൊക്കെ നിങ്ങൾ മെമ്പർ ആയിരിക്കും. സെറ്റോറിയെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടത് ഗൂഗിൾ സ്കോളർ ഓപ്പൺ ആയിട്ടുള്ള ഒരു ആക്സസിബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അവിടെയും ഗൂഗിൾ സ്കോളർ നിങ്ങളുടെ ഗൂഗിൾ ID വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളർ ഐഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാനും ഗൂഗിൾ സ്കോളറിന് ഒരു ഇൻഡെക്സിംഗ് സിസ്റ്റം ഉണ്ട്. ഐറ്റൻ ഇൻഡെക്സ് പോലെയൊക്കെയുള്ള ഗൂഗിൾ സ്കോളറിൻ്റെതായ ഇൻഡെക്സ് സിസ്റ്റം ഉണ്ട്. അത് പിന്നീട് നിങ്ങൾ പഠിക്കും. അടുത്ത സെഷനിൽ അതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ഗൂഗിൾ സ്കോളറിന്റെ ഇൻഡെക്സിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ആർട്ടിക്കൽ എത്ര പേര് റെഫർ ചെയ്തു, എത്ര പേര് വായിച്ചു എന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിങ് അവിടെ വരുന്ന ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മറ്റെല്ലാം മറ്റ് ഇൻഡെക്സുകൾ പലതും പെയ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്തരം ഗൂഗിൾ സ്കോളറിന് അങ്ങനെയുള്ള ചില സാധ്യതകളുണ്ട്. ഓർക്കിഡ് ID നേരത്തെ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ റെയിൻബോ റിസർച്ച് ജേണലുകളിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒരു ഓർക്കിഡ് ID ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയുള്ള ഏത് റിസർച്ച് ജേണലുകളിലും ഈ ID വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. റിസർച്ച് ഗേറ്റ് എന്ന് പറയുന്ന മറ്റൊരു കൺസോർഷ്യം ഉണ്ട്. ഇത് റിസർച്ച് ഗേറ്റ് എന്നുള്ളത് റിസർച്ചേഴ്സിന്റെ ഒരു വലിയ ഗ്രൂപ്പാണ്. അവിടെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് ധാരാളം ആർട്ടിക്കൽ റിസർച്ച് ഗേറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള ആർട്ടിക്കിളുകൾ നിങ്ങളുടെ ഏരിയയിൽ വന്ന റിസർച്ചേഴ്സുമായിട്ടുള്ള പലതരം കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും. അവരുടെ ഗവേഷണ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പലതരം കമ്മ്യൂണിറ്റി ചർച്ചകൾക്കുള്ള സ്പേസ് അവിടെയുണ്ട്. അവരുമായിട്ടുള്ള പേഴ്സണൽ ഇന്ററാക്ഷനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ DOI നമ്പർ, നിങ്ങളുടെ റിസർച്ച് മലയാളത്തിൽ DOI നമ്പർ കൊടുക്കുന്ന സംവിധാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ മലയാള റിസർച്ച് ജേണലുകൾക്കൊന്നും DOI നമ്പർ ഇല്ല. നിങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളൊക്കെ റിസർച്ച് ഗേറ്റ് പോലുള്ള അല്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സെനേഡോ പോലുള്ള അതിലേക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് DOI നമ്പർ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ DOI നമ്പർ യുണീക്ക് ആയിട്ട് നിങ്ങളുടെ ഒരൊറ്റ ആർട്ടിക്കിളിനുള്ള ഒരു യൂണിവേഴ്സൽ ID നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള റിസർച്ച് ഗേറ്റ് നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ കീബോർഡുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ റിസർച്ച് ടോപ്പിക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം റിസർച്ച് പേപ്പറുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ID കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റൂ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് രജിസ്ട്രേഷൻ മാത്രമേ റിസർച്ച് ഗേറ്റിൽ പറ്റൂ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് റിസർച്ച് ഗേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ID ഉണ്ടാവുക അല്ലെങ്കിൽ പ്രൊഫൈൽ ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഗൂഗിൾ സ്കോളർ, ഓർക്കിഡ്, അതുപോലെ റിസർച്ച് ഗേറ്റ്, സെനേഡോ എന്ന് പറഞ്ഞ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ വിഷയാധിഷ്ഠിതമായ കമ്മ്യൂണിറ്റികൾ, റിസർച്ച് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുക്കാനും അവിടെ ആർട്ടിക്കിൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ DOIകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള സംഗതിയാണ് സെനേഡോ എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സംഗതിയാണ്. അക്കാഡമിയെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആ രീതിയിൽ താഴേക്ക് നിങ്ങൾ കാണിക്കുന്ന ഓരോ സംഗതികളും ഈ രീതിയിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനോ അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ ആക്സസ് ചെയ്യാനും വായിക്കാനും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും കഴിയാവുന്ന തരം ഒക്കെ ചിലത് പെയ്ഡ് ആണ്. പക്ഷെ ഓപ്പൺ സോഴ്സ് സംഗതികളിൽ നിങ്ങൾക്ക് മിനിമം ലെവലിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ബേസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അക്കാഡമിക് റിസർച്ച് എഞ്ചിൻ ആണ്. അതോടൊപ്പം തന്നെ ആ റിസർച്ച് എഞ്ചിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിക്കിളുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ധാരാളം ഓപ്പൺ ഷെയറിംഗ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ താഴേക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം റെപ്പോസിറ്ററീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ PhD തീസിസുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും ഒക്കെ കഴിയുന്ന archive.org പോലത്തെ വലിയ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുള്ള മലയാളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് archive.org എന്ന് പറയുന്നത്. മലയാളത്തിലെ പഴയകാല പുസ്തകങ്ങളുടെ മുഴുവൻ ഡിജിറ്റൈസ് പോകുന്നത് പ്രോജക്ട് ഗുട്ടൻബർഗ് ഈ മേഖലയിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറിയാണ്. അങ്ങനെയുള്ള നിരവധി ഡിജിറ്റൽ ലൈബ്രറികളുടെ എറിക് എന്ന് പറയുന്നത് PhD തീസിസുകളുടെ കൺസോർഷ്യമാണ്. ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്നത് PhD തീസിസുകൾ അതുപോലെ ലോകവ്യാപകമായി ഞാനൊക്കെ ഇവിടെ കുട്ടികളെ അതുപോലെ പുതിയ കീബോർഡുകളെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ 2022-2023 ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും വന്നിട്ടുള്ള പുതിയ PhD തീസിസുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. PhD തീസിസുകൾക്ക് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള എറിക് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീസിസ് റെപ്പോസിറ്ററീസ് പോലുള്ള പിന്നീട് വരാം. അതുപോലെ തന്നെ ഓപ്പൺ ആക്സസ് ജേണലുകൾ ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റാവുന്ന ജേണലുകൾ, അതിൽ ചില പ്ലഗിനുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ
ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ഓപ്പൺ ആണോ, ഓപ്പൺ ആക്സസ് ആണോ എന്നൊക്കെ കാണിക്കാവുന്ന രീതിയിൽ ഉള്ളതാണ്. അൺപേവാർഡ് പോലെയുള്ള ചില പ്ലഗിനുകളുണ്ട്, അല്ലെങ്കിൽ ഡയറക്ടറികളുണ്ട്, DOAJ പോലെയൊക്കെയുള്ള ഓപ്പൺ ആക്സസ് ജേർണലുകളുടെ ഡയറക്ടറി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്റെ മേഖലയിൽ ലോകത്തെ എന്തൊക്കെ തരം ജേർണലുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ട് ഈ ഫൈൻ മൈ ജേർണൽ പോലെയൊക്കെയുള്ള ധാരാളം സൈറ്റുകൾ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്, ജേർണൽ ഏതുപോലെ പോലെ. അപ്പൊ നിങ്ങളുടെ ഗവേഷണ മേഖലയിൽ എന്തൊക്കെ റെപ്പോസിറ്ററികൾ ഉണ്ട്, എന്തൊക്കെ റിസർച്ച് ജേർണലുകൾ ഉണ്ട്, അവിടെ എന്തൊക്കെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, ഏതൊക്കെ തീസിസ് കൺസോർഷ്യങ്ങളുണ്ട് എന്നൊക്കെ ആദ്യം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ റെപ്പോസിറ്ററീസ് എന്നത്. ഈ ഡാറ്റ റെപ്പോസിറ്ററീസുകളൊക്കെ ഒന്നും തന്നെ അഡ്രസ് ചെയ്യാതെ നിങ്ങളുടെ വളരെ ലിമിറ്റഡ് ആയിട്ട് 4-5 പുസ്തകങ്ങൾ വെച്ച് നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി നടത്തുന്ന ഗവേഷണ പ്രവർത്തനം അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഉഷാ ഗവേഷണ പ്രവർത്തനം പുറത്ത് വരുമ്പോഴേക്കും ഇത് കാണുന്നത് ഈ ഗ്ലോബലി ഇത്തരം കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യപ്പെടുന്ന വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അക്കാദമിക് സമൂഹത്തിലാണെങ്കിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഔട്ട്പുട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ റിജക്ട് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ ഈ പുതിയ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വഴിയെ പോകുന്ന ആർക്കും എടുത്ത് ചവിട്ടാവുന്ന ഒരു സാധനങ്ങൾക്ക് നമ്മുടെ മലയാള ഗവേഷണത്തെ മാറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗവേഷണ സമൂഹത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 5000-ൽ താഴെ വരുന്ന നമ്മുടെ ഗവേഷണ സമൂഹത്തിന്റെ തന്നെ പ്രശ്നമാണ്. ഒരു സെൽഫ് ക്രിറ്റിസിസം നമുക്ക് ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഗവേഷണ മേഖലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ചില ആർക്കൈവുകൾ, ഇത് സോഫ്റ്റ്വെയറുകളോ മറ്റൊന്നല്ല, കൺഫ്യൂഷനൊന്നുമല്ല, ചില ആർക്കൈവുകളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിന്റെയൊക്കെ ലിങ്കുകൾ ഈ പദസ്ഥാനത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ആവശ്യമുള്ള ആളുകൾക്ക് ഞാനത് പിന്നീട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഈ വാമൊഴി പഠനങ്ങളോ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻസിലോ ഒക്കോ ട്രഡീഷൻസിലൊക്കെ പഠിക്കുന്നതിനാണെങ്കിൽ ആ മേഖലയിൽ വന്നിട്ട് പ്രധാനപ്പെട്ട ലോകത്തിലേക്കും പ്രധാനപ്പെട്ട ഓൺലൈൻ ആർക്കൈവുകളുടെ ഒരു ലിസ്റ്റാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വലിയ അവരുടെ ഫോക്ക് ട്രഡീഷൻസിലേക്ക് കാണുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ തന്നെയുള്ള ഓറൽ ട്രഡീഷൻസിലേക്ക് കാണുന്ന വലിയ വേൾഡ് ഫോക്ലോർ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻസിന്റെ വലിയ റെപ്പോസിറ്ററികളുണ്ട്. റെപ്പോസിറ്ററി ഇന്ത്യയും നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം പോലെ, അല്ലെങ്കിൽ നാഷണൽ കൾച്ചറൽ ഓഡിയോ വിഷ്വൽ ആർക്കൈവ് പോലെ, FCA പോലെയൊക്കെയുള്ള വലിയ പോർട്ടലുകൾ നമുക്ക് ലഭ്യമുണ്ട്. അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആർക്കൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ തന്നെ ഒരു പ്രോജക്റ്റാണ്. കേരളത്തിലെ മിക്കവാറും മാനുസ്ക്രിപ്റ്റ് ലൈബ്രറികളിലെ ആ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നമുക്ക് ഇതുവരെ തരാതിരുന്ന മാനുസ്ക്രിപ്റ്റുകൾ അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് എന്റെ കോളേജിലെ പല മാനുസ്ക്രിപ്റ്റുകളും എനിക്ക് ലഭിക്കുന്നത് ഈ എൻഡേഞ്ചേർഡ് ആർക്കൈവ് പ്രോജക്റ്റുകളിൽ നിന്ന് ഡിജിറ്റൽ ഫോമിലാണ്. കാരണം ഡിജിറ്റൈസേഷൻ നമ്മുടെ മേഖല വളർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങൾ പലരും നമ്മുടെ ആർക്കൈവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ആർക്കൈവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, അത്ര ചില ഡിജിറ്റൽ ആർക്കൈവുകൾ ഞാൻ സാമാന്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കൈവുകളാണ്. ഇന്ത്യൻ ഈ മേഖലയിലാണ് പഠനമെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കൈവുകളെയാണ്. പ്രധാനപ്പെട്ട ആർക്കൈവുകൾ കൂടി NDL പോലെയുള്ള നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി പോലെയുള്ള വലിയ ഓൺലൈൻ ലൈബ്രറികൾ നമുക്ക് ലഭ്യമാണ്. അല്ലെങ്കിൽ ഈ നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ഡിജിറ്റൽ ആർക്കൈവ് പോലെയൊക്കെയുള്ള വലിയ ഓപ്പൺ ആക്സസ് ലൈബ്രറികൾ നമുക്ക് ലഭ്യമാണ്. ഇത്തരം ലൈബ്രറികൾ ആവശ്യമുള്ളവർക്ക് അതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കേരളവുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ ആർക്കൈവുകളാണ്, വളരെ പരിമിതമാണത്. പോർട്ടലാണെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി കേരളവുമായി ബന്ധപ്പെട്ട ആർക്കൈവിംഗ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ്. നമുക്ക് പറയാവുന്ന ഒരു ആർക്കൈവ് തൊട്ട് കേരള സാഹിത്യ അക്കാദമി കുറച്ച് ഓൺലൈൻ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. archive.org ചെയ്യുന്നത്. സാഹിത്യ അക്കാദമിയുടെ ഓൺലൈൻ ആർക്കൈവ് വളരെ മോശമാണ്. നിങ്ങൾക്ക് സെർച്ച് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ PDF ആയിട്ട് വെറുതെ ഇട്ടിട്ട് പോകുന്നത് അത് നല്ല ആർക്കൈവാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. മറ്റുള്ള ആർക്കൈവുകളൊക്കെ വെറുതെ കൊടുത്തിരിക്കുന്നതല്ലാതെ ഈ ആർക്കൈവുകളൊന്നും ഇപ്പൊ ഫംഗ്ഷനല്ല, കാര്യമായിട്ട് ആർക്കൈവുകളൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ കോളേജിൽ ഡിജിറ്റൽ ആർക്കൈവുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. KCHR സ്വന്തമായിട്ട് ആർക്കൈവുണ്ട്. കേരള ഹിസ്റ്ററി ഡിജിറ്റൽ ആർക്കൈവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർ എന്താ പറയാ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പ്രവർത്തനക്ഷമമായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ 10ഓളം ലൈബ്രറികളാണ് നമുക്ക് ഡിജിറ്റലി നമുക്ക് ലഭ്യമായിട്ടുള്ള ലൈബ്രറികൾ. ഇതുകൂടാതെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറികളുണ്ട്. ഇത് ചില മാനുസ്ക്രിപ്റ്റ് ലൈബ്രറികളിൽ മലയാളം പോലെയുള്ള അല്ലെങ്കിൽ പോലെയുള്ള ചില അപൂർവമായ മാനുസ്ക്രിപ്റ്റുകൾ ലഭ്യമാണ്. വത്തിക്കാൻ ലൈബ്രറി പോലെയുള്ള ചില ലൈബ്രറികൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. നിങ്ങൾക്ക് ലഭ്യമായ നോളജ് റെപ്പോസിറ്ററീസുകൾ, അതുപോലെ തന്നെ ഓൾ ട്രഡീഷൻസ് റെപ്പോസിറ്ററീസുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ചില നിങ്ങൾക്ക് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ചില തിസീസ് റെപ്പോസിറ്ററികൾ കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. പ്രധാനമായിട്ടും ഈ പ്രൊക്കസ്റ്റ് പോലെയൊക്കെ അല്ലെങ്കിൽ തിസീസ് കാനഡ, ഇത്തോസ് ബ്രിട്ടീഷ് ഇപ്പൊ കുറച്ച് ഒരു മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത്തോസ് വളരെ നല്ലൊരു പ്രത്യേകിച്ച് ബ്രിട്ടനിൽ വന്നിട്ടല്ല, UK വന്നിട്ടുള്ള പൊതുവെ യൂറോപ്പിൽ വന്നിട്ട് PhD തിസീസുകളൊക്കെ ലഭ്യമാവുക വളരെ ഡാർക്കും അങ്ങനെ തന്നെയാണ്.
യൂറോപ്യൻ തിസീസുകളിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം തിസീസ് പ്രോജക്റ്റുകൾ അന്വേഷിക്കുകയും അവിടെ നിങ്ങൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ റിസർച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് 4-5 റിസർച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ 8-10 കീവേഡുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കീവേഡുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന തിസീസ് പ്രോജക്റ്റുകൾ ഷോദ്ഗംഗ അടക്കമുള്ള ഇന്ത്യയിലെ ഷോദ്ഗംഗ അടക്കമുള്ള തിസീസ് പ്രോജക്റ്റുകൾ നിങ്ങൾ വൈഡ് സെർച്ചിന് വിധേയമാക്കുകയും അതിനകത്ത് ആവശ്യമായ നിങ്ങളുടെ ഏരിയയുമായി ബന്ധപ്പെട്ട ഡിസീസുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഗവേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം ഇതുവരെയുള്ള ഗവേഷണങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നിങ്ങളുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. അത് ഏറ്റവും ദുർബലമായ ഭാഗം എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. പൊതുവെ നമ്മുടെ തിസിസ് മുഴുവൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ദയനീയ യാഥാർത്ഥ്യം. പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പൊതുവെ ആൾക്കാരതിനെ സംഗ്രഹിച്ച് എഴുതുന്ന രീതിയാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇന്ത്യന്റെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ത്യന്റെ പഠനങ്ങൾ ചില സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരിക്കലും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അങ്ങനെയല്ല. അത് വേറെ ഏരിയ നിങ്ങൾ വളരെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ വളരെ ക്രിട്ടിക്കൽ കമന്റോടുകൂടെ ക്രിട്ടിക്കൽ ക്യൂറേഷൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമ്മതിയാണ് നിങ്ങൾ ഓരോ ഈ പറയുന്ന ബിസിനസ് നോളജിനെ സംബന്ധിച്ച് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം. ഓക്കെ, അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഇതാണ് മറ്റുള്ള ചില ഷോപ്പിന്റെ അടക്കമുള്ള വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിക്കാണെങ്കിൽ കൂടിയും അതിന്റെ ഡിസീസുകൾ അതിനെ വേറെ തരത്തിൽ സെർച്ച് ചെയ്യാവുന്ന സാധനം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഷോപ്പിന്റെ അടക്കമുള്ള അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യമുള്ള ഡിസീസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള നിരവധിയായ ഡിസീസ് റെപ്പോസിറ്ററീസ് ഇവിടെ ലഭ്യമാണ്. ഓക്കെ, ഡിജിറ്റൽ ടൂളുകൾ ധാരാളമുണ്ട്. ഞാൻ ആ ഡിജിറ്റൽ ടൂളുകളിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. ഒരു സമയത്ത് വൈവിധ്യം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എക്സൽ ഷീറ്റ് കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ സെഷൻ അവസാനിപ്പിച്ച് ബാക്കി എല്ലാം നിങ്ങളുടെ ഏത് തരത്തിൽ ഏരിയ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. റിസർച്ച് ചെയ്യുക ഒരു കാര്യം. ഞാനിത് അവസാനിപ്പിക്കുന്നതും ഇത് മലയാള ഗവേഷണവുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ബാക്ക് എൻഡ് ഇൻപുട്ട് ഡാറ്റയുടെ ഒരു ടെംപ്ലേറ്റ് ആണ്. ഈ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പക്ഷേ ഗവേഷണം ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ് എന്നൊരു വിചാരത്തിൽ. ഇതിനകത്ത് 12 കോളങ്ങളുണ്ട്. ഇതിൽ 12 കാര്യങ്ങളുണ്ട്. ഈ 12 കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ ഗവേഷണത്തിൽ ഉണ്ടാവുക എന്നതാണ് ഗവേഷണ പ്രവർത്തനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്താണ് അതിന്റെ സെക്കൻഡ് കോളം സീരിയൽ നമ്പറാണ്. എന്താണ് നിങ്ങളുടെ റിസർച്ച് ഏരിയ? ഒരു ഗവേഷണം താല്പര്യത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്റെ റിസർച്ച് ഏരിയ എന്തായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് മലയാളത്തിനകത്ത് എന്തൊക്കെ റിസർച്ച് ഏരിയ? ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഗവേഷണം നടന്ന റിസർച്ച് ഏരിയ ഉണ്ട്. ഒരു ഗവേഷണവും നടന്നിട്ടില്ല റിസർച്ച് ഏരിയ. അപ്പൊ ഞാനിവിടെ മലയാളത്തിന്റെ റിസർച്ച് ഏരിയകളെ 260ഓളം റിസർച്ച് ഏരിയകളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല റിസർച്ച് മേഖലയും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് ഏരിയയിൽ ഏതെങ്കിലും റിസർച്ച് ഏരിയയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഗവേഷണം ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ തിയററ്റിക്കലായ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റാബേസ്ഡ് ആയ മേഖലയായിരിക്കാം, ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ലിറ്ററേച്ചർ പല മേഖലയിലുള്ള ഗവേഷണങ്ങളായിരിക്കും. എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പലതരത്തിലുള്ള 260ഓളം റിസർച്ച് മേഖലയിൽ. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ റിസർച്ച് മേഖല ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ റിസർച്ച് മേഖലയുമായി ബന്ധപ്പെട്ട റെപ്പോസിറ്ററികളോ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളെയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് അന്വേഷിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ അപ്ഡേറ്റ് ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അതിന്റെ ഡിസിപ്ലിനറി, അതവിടെ ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി, അതിന്റെ ഡിസിപ്ലിനറി അംബ്രല്ല എന്താണ്? നിങ്ങളുടെ ഗവേഷണം ഒരൊറ്റ ജ്ഞാനശാസ്ത്രത്തിനകത്താണ് നിൽക്കുന്നത്. അത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് കയറി വരുന്നതാണ്. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ എന്റെ ഡിസിപ്ലിനറി അംബ്രല്ല ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അവിടെ ഏതൊക്കെ ഡിസിപ്ലിനുകളാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് ആ ജ്ഞാനശാസ്ത്രത്തെ കുറിച്ചുള്ള കൃത്യമായതാണ്. നിങ്ങൾ മനഃശാസ്ത്ര പഠനം എന്നൊക്കെ വെറുതെ എഴുതി കൊടുക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നൊക്കെ കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വേറെ ഡിസിപ്ലിനിലേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായ കാരണം നമുക്കുണ്ടാവും. പെഡഗോജിയാണ് വരുന്നത്. പെഡഗോജി എന്ന് പറയുന്ന ഒരു വലിയ മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ആ ജ്ഞാനശാസ്ത്രം പഠിക്കുക എന്നതും ആ ജ്ഞാനശാസ്ത്രത്തിനകത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും നിങ്ങളുടെ ഗവേഷണത്തിനകത്ത് വരുന്നത്. അതായത് ഒരു സാഹിത്യത്തെ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് മീഡിയ സ്റ്റഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പറയുന്നത് പോലെ മാർജിനലൈസ് ബേസ് ആയിരിക്കും. ഫെമിനിസം ആയിരിക്കും. ഫെമിനിസം വേറെ ഡിസിപ്ലിൻ. അപ്പൊ നിങ്ങൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് അവിടെ ഉണ്ടാകുമ്പോൾ ആ ഡിസിപ്ലിനറി അംബ്രല്ല എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ അവിടെയാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം. വാട്ട് ഈസ് ദ ഓണ്ടോളജി, വാട്ട് ആർ ദ ഓണ്ടോളജിക്കൽ പ്രോബ്ലംസ് ഐഡന്റിഫൈഡ്? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള നിങ്ങളുടെ ഗവേഷണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ ഗവേഷണ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ഇത് ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇത് ഫില്ലപ്പ് ചെയ്ത് കൃത്യമാക്കി വെക്കുക എന്നാണ് നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിസർച്ച് ഏരിയ എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു,
നിങ്ങളുടെ ഡിസിപ്ലിനറി അംബ്രല എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങളുടെ ഗവേഷണ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ. മൂന്നാമത്താണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ എപ്പിസ്റ്റമോളജിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയായിരിക്കണം, അവിടെയാണ് നിങ്ങളുടെ രീതിശാസ്ത്ര പദ്ധതി എന്താണ് എന്നുള്ളത്. ആ രീതി അവിടെ നമ്മൾ നറേറ്റീവ് അനാലിസിസ് ആയിരിക്കാം, ഇതിനകത്തുള്ള ഡിസ്കോഴ്സ് അനാലിസിസ് ആയിരിക്കും. എന്താണ് നിങ്ങളുടെ മെത്തഡോളജി എന്ന് പറയുന്നത്? കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വേഗമായ സംഖ്യയായിട്ടുള്ള വരുന്നത്. എന്താണ് നിങ്ങൾ പഠനത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്? അതൊരു പക്ഷേ അനലിറ്റിക്കൽ ആയിട്ട് ഏതെങ്കിലും പദ്ധതി ആയിരിക്കാം. ഈ പറഞ്ഞ പലതരം അപ്രോച്ചസ് ഉണ്ടെന്നറിയാം. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ എപ്പിസ്റ്റമോളജിക്കൽ അപ്രോച്ചസ് അതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ അത് എപ്പിസ്റ്റമോളജിക്കൽ അപ്രോച്ച് നിങ്ങൾക്ക് വ്യക്തമായത് നിങ്ങൾ ചെയ്ത റിസർച്ച് മുഴുവൻ മറ്റൊന്നേ മാറും. ചിലപ്പോൾ നിങ്ങൾ പ്രമേയ പഠനവും നടത്തുന്നതാവും. നിങ്ങൾ പക്ഷേ വേറെ തരത്തിൽ സങ്കേത പഠനമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ടൈറ്റിൽ അതായിരിക്കും, നടത്തിയത് പ്രമേയ പഠനമായിരിക്കും. നിങ്ങളുടെ റിസർച്ച് മുഴുവൻ ക്യാൻസൽ ആയി പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന നാലാമത്തെ ചോദ്യം അവിടെ വന്നു. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ കീവേഡുകൾ എന്നാണ്. അപ്പൊ നിങ്ങൾ ആ കീവേഡുകൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നിങ്ങൾ അത് വെക്കണം എന്നുള്ളതാണ്. കീവേഡുകൾ പക്ഷേ ഒരു ഗവേഷണത്തിൽ 10-12 കീവേഡുകളൊക്കെ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട ഈ കീവേഡുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, എഴുത്തുകാരെന്തൊക്കെയാണ്, പുസ്തകങ്ങൾ എന്തൊക്കെയാണ്. പുസ്തകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള മോണുമെന്റൽ വർക്ക്സ് എന്ന് പറയാവുന്ന, നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന, നിങ്ങൾ അവശ്യം ചമ്രം പടിഞ്ഞിട്ട് വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. തിയറി എന്താണ്, അതിന്റെ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ ബുക്ക് ആരൊക്കെയാണ്. ഈ പുസ്തകങ്ങളൊന്നും കാണാതെ നിങ്ങൾക്ക് ആ മേഖലയ്ക്കകത്ത് ഗവേഷണം നടത്തി എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യമേ ഇത് തയ്യാറാക്കി വെക്കേണ്ടതാണ്. ആറാമത്തെ ഘട്ടം. ഏഴാമത്തെ സംഗതി എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം, റിസർച്ച് വർക്ക്സ് ആൾറെഡി ഡൺ. ഇതുവരെ ഈ മേഖലയിൽ നടന്ന ഗവേഷണ പ്രവർത്തനങ്ങളെ, അത് എല്ലാതരം റിസർച്ചുകളും, PhD തീസിസ് മാത്രമല്ല, PG ആയിരിക്കാം, MPhil ആയിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വതന്ത്ര ഗവേഷണമായിരിക്കാം, അക്കാദമിക പഠനങ്ങളായിരിക്കാം, ഇതെല്ലാം എവിടെ വേണം? ആ റിസർച്ച് വർക്ക്സ് ആൾറെഡി ഡൺ എന്നതിനകത്ത് അതാണ് നിങ്ങൾ അന്വേഷിച്ച് ആദ്യമേ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് റിസർച്ച് ഗ്യാപ്പ് വെച്ചുകൊണ്ട് നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലത്തെ ഒന്നുകൂടെ നിങ്ങൾക്ക് അതിനെ കൃത്യമായി ചെയ്യാൻ പറ്റും. അതിനുശേഷം അക്കാദമിക് ഗവേഷണത്തിന്റെ മണ്ഡലത്തിൽ അല്ലാതെ നടന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, റിസർച്ച് ആർട്ടിക്കിളുകൾ, പുസ്തകങ്ങൾ, പഠനങ്ങൾ ഏതൊക്കെയാണ്, ഈ ഫീൽഡിൽ വന്ന പഠനങ്ങൾ, ഇതൊക്കെ ആദ്യമേ നിങ്ങൾ ലിസ്റ്റ് ചെയ്തെടുത്ത് വെക്കുക എന്നാണ്. ഇതാണ് നിങ്ങളുടെ എട്ടാമത്തെ ടെംപ്ലേറ്റ്, എട്ടാമത്തെ കോളങ്ങൾ. അപ്പൊ ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് നിങ്ങൾ എപ്പോഴും വെക്കേണ്ടത്. ഇത് കൃത്യമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഒമ്പതാമത്തെ കാര്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. കാരണം ഇത്രയും വെച്ചതിൽ നിന്നാണ് നിങ്ങൾ ആ റിസർച്ച് പ്രോബ്ലത്തിന് നിങ്ങൾ ചില റിസർച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ആൾറെഡി ആൻസറുകളായിരിക്കും. അത് നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരട്ടായിരുന്നു, നിങ്ങൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്നാണ് നിങ്ങൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് യഥാർത്ഥത്തിൽ ഗവേഷണം തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. ഒമ്പതാമത്തെ കാര്യം, റിസർച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ മാറ്റുക. അതാണ് അടുത്ത ഘട്ടത്തിൽ. 10ാമത്തെ ഘട്ടത്തിൽ റിസർച്ച് ഡിസൈൻ. എന്താണ് റിസർച്ച് ഡിസൈൻ എന്നത്? ഞാനിപ്പോൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഏരിയ എല്ലാത്തും ഞാൻ ചർച്ച ചെയ്തില്ല. ഈ റിസർച്ച് ഡിസൈൻ, നിങ്ങളുടെ ചാപ്റ്റർ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ഗവേഷണം തുടങ്ങുകയാണ്. ആ റിസർച്ച് ഡിസൈൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട കാര്യം അതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 3 വർഷമാണ് നിങ്ങളുടെ ഗവേഷണം. അതിനകത്ത് ഓരോ മാസം ഉപയോഗിക്കണം, ഏത് ക്വസ്റ്റ്യാണ് ഞാൻ ആദ്യം അഡ്രസ് ചെയ്യുന്നത്, ഏത് ഡാറ്റയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് തുടങ്ങിയ രീതിയിൽ കൃത്യമായി അതിന്റെ ടൈം ലൈൻ ഫിക്സ് ചെയ്യുക എന്നാണ്. അതിന്റെ അടുത്ത ഒരു 11ാമത്തെ സംഗതി എന്ന് പറയുന്നത്. 12ാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതിനകത്ത് എന്തൊക്കെ റിസർച്ച് ടൂളുകളാണ്, എന്തൊക്കെ ഉപകരണങ്ങളാണ്. എല്ലാ റിസർച്ച് ടൂളുകളും ഉപയോഗിക്കുന്നുണ്ടാകും. എന്തൊക്കെ അഭ്യാസം കാണിക്കുന്നത് പോലെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നന്നാവണമെങ്കിൽ നിങ്ങളുടെ ഗവേഷണം ആവശ്യപ്പെടുന്ന, അതിനെ സഹായിക്കുന്ന എന്തൊക്കെ റിസർച്ച് ടൂളുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് നമ്മളവിടെ രേഖപ്പെടുത്തി വയ്ക്കുക. നിങ്ങൾ തിസീസിന്റെ ഭാഗത്ത് ഞാൻ ഇന്ന സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവരിക. ഈ 12 കോളങ്ങളും ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവേഷണം വളരെ കൃത്യമായ ഒരു ഫ്രെയിംവർക്കിനകത്തായിരുന്നു. അത് കൃത്യമായിട്ട് അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്ന വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള, മെത്തഡോളജിക്കൽ ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഗവേഷണം എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു എന്താ പറയുക സാങ്കല്പികമായ വളരെ കാൽപ്പനികമായ ഒരു ആത്മാന്വേഷണം എന്നുള്ള ഗവേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് ഞാൻ സെഷനിൽ നമ്മൾ സമയത്തിന്റെ പരിമിതികൾ ഒഴിവാക്കുന്ന ടൂളുകൾ നമുക്ക് ഈ ഓരോ മേഖലയിലും നമ്മുടെ ഗവേഷണത്തെ എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന 10ഓളം ടൂളുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുണ്ട്. പലതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സൈസ്പേസ് പോലെയൊക്കെയോ അല്ലെങ്കിൽ ജെമിനി, ChatGPT ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പല സോഫ്റ്റ്വെയർ, സ്കോളർ, AI പോലെയൊക്കെയുള്ള പലതരം ടൂളുകളുണ്ട്. ഈ ടൂളുകൾ കൂടെ ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു ഗവേഷണ പദ്ധതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഫ്രെയിംവർക്കിനകത്തേക്ക് കൊണ്ടുവന്ന് ഒരു വളരെ വേഗമായ നിങ്ങളുടെ ആശയങ്ങളെ
കൃത്യം ഒരു ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവന്നില്ല, സിസ്റ്റമാറ്റിക് അപ്രോച്ചോടുകൂടെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു റിസർച്ച് പ്ലാനിനകത്ത് നിൽക്കുക എന്നാണ് ഗവേഷണം. ലോകത്തിലെ എന്താ പറയുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിയുക്തരായ ആളുകളൊന്നുമല്ല നിങ്ങളൊരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് അത് മാത്രം കൃത്യമായി പരിഹരിക്കുകയോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ തുറന്നു കാട്ടുകയോ ചെയ്യുക, അത് പ്രശ്നവൽക്കരിക്കുകയോ ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഏരിയ എന്താണെന്ന് കൃത്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ റിസർച്ചിന്റെ ലിമിറ്റേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ഗവേഷണത്തിലേക്ക് പോകുക എന്നതിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് റിസർച്ചിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളത് പാലിക്കാൻ നിങ്ങൾക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് വളരെ കൃത്യമായിട്ട് പക്ഷെ നിങ്ങളുടെ തീസിസിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതാണ്. ഈ രീതിയിലേക്കുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് കാലം ആവശ്യപ്പെടുന്നത്, ഈ ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാത്രമേ മലയാള കേരള പഠന ഗവേഷണത്തിൽ ഭാവിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുണ്ട്. ഓക്കെ, ഞാൻ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പറയാം. സോറി, മലയാളം ബിബ്ലിയോഗ്രഫി മെന്റലിയിലും സൊറ്റീറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാവരും വർക്ക് ചെയ്യും. ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോ ഭാഷ എന്ന് പറയുന്നത് ഈ പഴയ സങ്കല്പ പ്രകാരമുള്ള ഒരു സാധനമല്ല. ഡിജിറ്റൽ അതിനകത്തുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെയും പ്രോസസ്സിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്കത് അതിന് സഹായകമായിട്ടുള്ള ഒരു യൂണിക്കോഡ് എന്ന് പറയുന്ന സങ്കേതം അങ്ങനെയാണല്ലോ വരുന്നത്. അതിനകത്ത് ഭാഷാപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. യൂണിക്കോഡിൽ നിങ്ങൾ എഴുതിയാൽ ഏത് ഭാഷയിൽ ഏത് ഭാഷയിലേക്ക് അത് ഓട്ടോമാറ്റിക് കൺവേർട്ടബിൾ ആണെന്നുള്ളതുകൊണ്ട് റീഡബിൾ ആണെന്നുള്ളത്. നിങ്ങൾ യൂണിക്കോഡിൽ എഴുതിയ ഡാറ്റ ഏതാ വായിക്കാൻ പറ്റും. ഇംഗ്ലീഷൊന്നും മലയാളം ഒന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് യൂണിക്കോഡിൽ ചെയ്യുന്ന എന്ത് സംഗതികൾ നിങ്ങൾക്ക് ഈ യൂണിക്കോഡ് മലയാളം ഉപയോഗിക്കാം. അതുകൊണ്ട് യൂണിക്കോഡ് ഉപയോഗിക്കണമെന്നുള്ള ആപ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് മറ്റേത് ഭാഷ ഉപയോഗിക്കുന്നതിന് മലയാളം ഉപയോഗിക്കും. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് എൻ്റെ ഒരു സെറ്ററോ ലൈബ്രറിയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ്. എല്ലാ പുസ്തകങ്ങളും പോലെ മലയാളം പറഞ്ഞ മലയാളമൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. അതിന്റെ ഓഡിയോ പല ഗവേഷകർ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫിസിക്സ് എഴുതിയത് എന്ന് അവിടെ കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് ചാപ്റ്റർ 1 ഇതിനകത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ ചാപ്റ്റർ 1 റീഡിംഗ് ലിസ്റ്റ്, ചാപ്റ്റർ 1 റീഡിംഗ് ലിസ്റ്റ് പക്ഷെ കാണാൻ കഴിയും. മലയാളത്തിലുള്ള പുസ്തകങ്ങളും മലയാളം ടൈപ്പിംഗ് ഒക്കെ ഇവിടെയുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ എഴുതാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് ആസ് എ ഗൈഡിൽ വായിക്കുകയും കുറിപ്പുകളൊക്കെ വായിക്കുകയും ആ ചാപ്റ്റർ 1 ഡിസൈൻ ചെയ്യുന്നു. ഓരോ ചാപ്റ്ററും ഇതേപോലെ തന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ സോഴ്സസുകളെ കാണിച്ചിട്ടുള്ള ഓരോ ചാപ്റ്ററുകളുടെ ഫോൾഡറുകളാക്കി ആ ചാപ്റ്ററും അതുമായി ബന്ധപ്പെട്ട റീഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൊടുത്തുകൊണ്ടാണ് സെറ്റർ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ വർക്ക് ചെയ്യണേ അദ്ദേഹം ചെയ്യുന്ന പേപ്പറുകൾ വായിക്കാൻ പറ്റും. ആ രീതിയിലേക്ക് ഫിസിക്സ് ഫയൽ ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫിസിക്സ് ഇവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. അത് ഒരേ സമയം ഗൈഡും റിസർച്ചിനും അല്ലെങ്കിൽ മറ്റു റിസർച്ചേഴ്സിനൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ എനിക്ക് നോട്ട് കൊടുക്കാൻ പറ്റും, മറ്റാൾക്കും നോട്ട് കൊടുക്കും, അത്തരം കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ രീതിയിലാണ് സോഫ്റ്റ്വെയർ എങ്കിലും മലയാളം വർക്ക് ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. മറ്റെല്ലാ ലാംഗ്വേജുകൾ തന്നെ ഇത് കാണുന്നതിലുള്ള എന്റെ മെറ്റഡാറ്റയൊക്കെ മലയാളത്തിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബിബ്ലിയോഗ്രഫിയും സൈറ്റേഷനും ഒക്കെ മലയാളത്തിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഗൂഗിൾ സ്കോളർ ആർട്ടിസ്റ്റ് എല്ലാവരുടെയും മലയാളത്തിലൊക്കെ പ്രസിദ്ധീകരിക്കാം. എന്റെ പുസ്തകങ്ങളും ആർട്ടിക്കിളുകളും നിങ്ങൾക്ക് ഏത് റിസർച്ച് കൺസോർഷ്യത്തിലും നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ളതും പ്രസിദ്ധീകരിക്കാം. ധാരാളം പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ അതിന്റെ കീവേഡുകൾ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കീവേഡുകളുടെ ഇംഗ്ലീഷ് കൂടെ നിങ്ങൾ അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ റിസർച്ച് ആർട്ടുകൾക്ക് അതൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റും കീവേഡ് ഇംഗ്ലീഷിൽ കൂടി കൊടുക്കുക എന്ന് പറയുന്ന രീതി കാണിക്കുന്നതിനാണെന്ന് വെച്ചാൽ ആ മേഖലയിൽ നടന്നിട്ടുള്ള ഗവേഷണങ്ങൾ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോ ഇവിടെ ഘടനാവാദം എന്ന് പറയുന്ന കീവേഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഇംഗ്ലീഷ് കൂടെ അവിടെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൺസോർഷ്യങ്ങൾ സെർച്ച് ചെയ്യുന്ന റിസർച്ച് അല്ലെങ്കിൽ വേറൊരു ആൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിളിലേക്ക് വന്നിട്ടാണ് സ്പേസ് കിട്ടുന്നത്. അത് കീവേഡുകൾ കൊടുക്കുമ്പോൾ കഴിയുന്നിടത്തോളം. പക്ഷേ ഗൂഗിളിനെ പോലുള്ള ഇന്റർഫേസുകൾ ഇപ്പോൾ മലയാളത്തിൽ ഘടനാവാദം എന്ന് അടിച്ചു കഴിഞ്ഞാലും AI-കളെ തന്നെ ഘടനാവാദം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാലും സ്ട്രക്ചറിസം തരുന്ന ഒരാൾക്ക് ഘടനാവാദം കൂടെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഏതെങ്കിലും വാക്കുകൾ മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ മലയാളം അല്ല കൊടുക്കുന്നത്, മലയാളം അല്ലാതെ ഇംഗ്ലീഷിൽ അത് കൊടുത്തു. അതായത് കാൽപ്പനികത എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കാൽപ്പനികതയുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ സംഗതികൾ മാത്രമല്ല റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് വന്നുള്ള പേജുകൾ തന്നെ മലയാളത്തിലേക്ക്
അത് തന്നെ ട്രാൻസ്ലേറ്റ് തരുന്ന രീതിയിലേക്ക് അടക്കം നമ്മൾ സെർച്ച് എഞ്ചിനുകൾ മാറിയിട്ടുണ്ട് കാണുന്നത്. അപ്പൊ അതിന്റെ അവിടെ നിങ്ങൾക്ക് പരിഭാഷ എന്നും ഒറിജിൻ എന്നുള്ള രണ്ട് ടാബോടെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇംഗ്ലീഷിൽ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ബേസ്ഡ് ആയിട്ട് റിസർച്ച് എഞ്ചിനുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ നല്ലത് നിങ്ങൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ടൈറ്റിലും അതുപോലെ തന്നെ കീബോർഡുകളൊക്കെ കൊടുക്കുക എന്നത് നല്ലൊരു പ്രാക്ടീസ് നോക്കിയാണ്. അതിലൊക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. സാറേ ഗൂഗിൾ സ്കോളറിൽ സാധാരണ അതിലിപ്പം ഞാൻ സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ നോക്കി, സന്തോഷ് സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ നോക്കി. അത് സാറ് പിന്നെ ഗൂഗിൾ സ്കോളറിൽ പ്രത്യേകം ടൈപ്പ് ചെയ്തുകൊണ്ട് മാത്രമല്ലേ അത് വരുന്നത്, അല്ലാതെ സാറിൻ്റെ ഒറിജിനൽ ആർട്ടിക്കിളിൽ നിന്ന് ഗൂഗിൾ സ്കോളറിൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. രണ്ടു മൂന്ന് തരത്തിലാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളർ ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആർട്ടിക്കിൾ അവിടെ ടൈപ്പ് ചെയ്യല്ല, ഗൂഗിൾ സ്കോളറിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഐ മീൻ ഗൂഗിൾ സ്കോളറിനകത്ത് പ്രപ്പോസിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആസ് എ ഗൂഗിൾ സ്കോളർ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിളുകൾ അവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അവിടെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് മെറ്റാഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി പബ്ലിഷ്ഡ് ആണെങ്കിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മെറ്റാഡാറ്റ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മെറ്റാഡാറ്റ തന്നെയാണ് എടുക്കുക. ഉദാഹരണമായിട്ട് വിജ്ഞാനകേരളയിൽ ഞാൻ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ എനിക്ക് വേണ്ടി റീപ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ ഞാൻ വിജ്ഞാനകേരള സൈറ്റേഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വഴി അതാണ്. പിന്നെ അതല്ലാതെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇറയം പോലുള്ള മാഗസിനുകൾ ഈ പിയർ റിവ്യൂ ഞാൻ നമ്മളെ കൂടുതൽ ചെയ്യുന്ന അത്തരം ചില ഈ പറയുന്ന സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് പൂർണ്ണമായും ചെയ്യുന്ന റിസർച്ച് ജേർണലുകളും അത്തരം ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ സ്കോളർ എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പബ്ലിഡ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെയുള്ള റിസർച്ച് ജേർണലുകൾ നിങ്ങളുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്കോളർ അത് കണ്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ആർട്ടിക്കിളിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യും. കാരണം അത് ആ ഒരു പറയുന്ന ജേർണലിന്റെ സോഫ്റ്റ്വെയറിനകത്ത് ഗൂഗിൾ സ്കോളർ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൂഗിൾ സ്കോളർ അതിനകത്ത് അതിന്റെ മൊത്തം അത് സെർച്ച് എഞ്ചിനിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, നിങ്ങളുടെ ഗൂഗിൾ സ്കോളർ പ്രൊഫൈലിലേക്ക് അത് ഓട്ടോമാറ്റിക് ആഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യും. അപ്പൊ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ല അതിനകത്ത് ടൈപ്പ് ചെയ്താൽ മാനുവൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഇങ്ങനെയുള്ള ഈ പറയുന്ന റിസർച്ച് കൺസോർഷ്യങ്ങളിലൊക്കെ വരുന്ന ഓൺലൈൻ റിസർച്ച് ജേർണലുകളിൽ നിങ്ങൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ സ്കോളർ ഐഡന്റിഫൈ ചെയ്യും. രണ്ട് തരത്തിൽ അത് ചെയ്യാറ്. ക്ലിയർ? ഞാനിപ്പോൾ സാറിൻ്റെ ആർട്ടിക്കിൾ ഇറയത്തുനിന്ന് ഒറിജിനൽ സോഴ്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഗൂഗിളിലും അടിച്ചു, ഗൂഗിൾ സ്കോളറിലും അടിച്ചു. പക്ഷെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കാരണം ആ ഫോണ്ട് രണ്ടിലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ കിട്ടുന്നില്ല എന്നുള്ളതാണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ആർട്ടിക്കിൾ കിട്ടാൻ വേണ്ടിയില്ല, മലയാളത്തിൻ്റെ ഈ ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു സംശയം. അതായത് നമ്മുടെ ഈ ടൈപ്പ് ഈ യൂണിക്കോഡ് ആണെങ്കിലും ഓക്കെ, ഇപ്പം സാറ് ടൈപ്പ് ചെയ്ത് കയറ്റിയതുകൊണ്ടാണ് ആ ഗൂഗിൾ സ്കോളർ സാറിൻ്റെ അത് നിൽക്കുന്നത്. ഇറയത്തുനിന്ന് നേരിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഗൂഗിൾ സ്കോളറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കയറ്റാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. നമുക്ക് ഒരിക്കലും ടൈപ്പ് ചെയ്ത് കയറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ സ്കോളറിൽ നമ്മുടെ ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് ഓട്ടോമാറ്റിക് എടുക്കും. ഇപ്പോൾ ഗൂഗിളിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ സാറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ തന്നെയാണ് ഇതിന്റെ ലാംഗ്വേജ് ടെക്നോളജി തന്നെയാണ് ഗൂഗിൾ സ്കോളറിലും പറയുന്നത്. ഗൂഗിളിന്റെ ഒരു വേറെ ഇന്റർഫേസ് മാത്രമാണ്. അപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്റെ അറിയില്ല. അപ്പൊ നമ്മളൊരു ആർട്ടിക്കിൾ അവിടെ വെറുതെ സെർച്ച് ചെയ്യുന്നു വിചാരിക്കുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആ ലാംഗ്വേജ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് ആണോ? അതെ. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഞാൻ മലയാളം ടൈപ്പ് ചെയ്തപ്പോൾ നോർമലി നമുക്ക് അറിയാമല്ലോ, ഇതെല്ലാം ഗൂഗിൾ എടുക്കുന്നുണ്ടല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന റിസർച്ച് ആർട്ടിക്കിളുകളായാലും ഇതേപോലെ തന്നെ നമ്മൾ സെർച്ച് എഞ്ചിനിൽ എടുക്കും. സെർച്ച് എഞ്ചിനിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ലാംഗ്വേജ് ടെക്നോളജി എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഗൂഗിൾ സ്കോറിലേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുക്കും. അല്ലാതെ അവിടെ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ അവിടെ വരുന്നില്ല. വരുന്ന ബാരിയർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷന്റെ മാത്രമാണ്. അതായത് സാറിന്റെ ആർട്ടിക്കിൾ ഒന്ന് സാറ് സെർച്ച് ചെയ്യാവോ? സാറിന്റെ ആർട്ടിക്കിൾ ടൈറ്റിൽ ഞാൻ പറഞ്ഞ ഇറയം ഇതിലുള്ള സാറിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതായത് ഇമോട്ടിക്കോൺ തിരിഞ്ഞ മലയാളം അഥവാ മലയാള പലമ.
ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു ആർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ ഗൂഗിൾ സ്കോളറിൽ ഇപ്പൊ ഞാനൊരു ആർട്ടിക്കിൾ ടൈറ്റിൽ നോക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ഏതാണെന്നുള്ളത് കാണിക്കുന്നുണ്ടല്ലോ. ഇതേ രീതിയിൽ തന്നെയാണ് സെർച്ച് എഞ്ചിൻ. ഇപ്പൊ ഇത് മലയാളം ആണ് ഞാൻ ടൈപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട്, എനിക്ക് ആർട്ടിക്കിളിലേക്ക് പോകുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ അതുകൊണ്ട് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. സാർ ചോദിച്ചാൽ ലാംഗ്വേജ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലേ? ക്ലിയർ ആണോ സാറിന്? അല്ല, ഞാൻ സാറിന്റെ ഒറിജിനൽ ആർട്ടിക്കിൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴേ അത് സ്കോളറിൽ എന്റെ ഫോണ്ട് വ്യത്യാസം, ഈ മലയാള പച്ചയിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴും ഞാൻ അങ്ങനെ കാണുന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഇത് യൂണിക്കോഡ് അല്ലാത്തതുകൊണ്ടാണോ? അത് അതിനകത്തുള്ള വ്യത്യാസത്തിലുള്ള ആർട്ടിക്കിൾ, മുഴുവൻ ആർട്ടിക്കിൾ രണ്ട് ഫോമിലാണ്. ഒന്ന് PDF ഫോമിലുണ്ടാവും, നമ്മൾ റിസർച്ച് ജേണലിലൊക്കെ PDF ഫോമിലാണല്ലോ കൊടുക്കുന്നത്. ആ PDF ഇന്റഗ്രേഷന്റെ പ്രശ്നം മാത്രമാണ് അതിനകത്ത് വരിക. PDF-നെ ടെക്സ്റ്റ് ആക്കി മാറ്റുമ്പോഴായിരിക്കും ഈ പറഞ്ഞ വ്യത്യാസം നോർമലി ഉണ്ടാവുക, മറ്റത് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പ്രശ്നം അതിനകത്ത് ഞാനകത്ത് പൊതുവെ ഉപയോഗിക്കാത്ത ആളുകളാണ്. ഇതാണ് ഇപ്പൊ സാറ് പറഞ്ഞ ആർട്ടിക്കിൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ കണ്ട ഈ രണ്ട് ആർട്ടിക്കിൾ ഞാൻ അപ്ലോഡ് ചെയ്തല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്യുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഈ ആർട്ടിക്കിൾ ഇതല്ലേ സാർ ഉദ്ദേശിച്ചത്? കാണുന്നുണ്ടല്ലോ, ഇത് ഓട്ടോമാറ്റിക് വന്നാണല്ലേ? ഇതിപ്പോ വെച്ചതിന്റെ മെറ്റാഡാറ്റയാണ്. ഇതിന്റെ മെറ്റാഡാറ്റ വന്നു. ആർട്ടിക്കിൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ PDF ഡൗൺലോഡ് ചെയ്യണം. അത് ഗൂഗിൾ സ്കോളർ അല്ല, PDF ഉണ്ട്. PDF ഫ്രം SNG-Scholar.org. ഇവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ആർട്ടിക്കിൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ ഇവിടെ വരുന്നു. ക്ലിയർ ആണോ? സാറിന്റെ എന്തെങ്കിലും ഇറയത്തുന്നല്ലോ സാർ വരുന്നത്? സാർ ഇപ്പൊ അവിടെ ഇട്ടതുകൊണ്ടല്ലേ സാറിന്റെ കോളേജിൽ? അല്ല, ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങൾ ഗൂഗിൾ സ്കോളർ ചെയ്യുന്ന ഒരു കാര്യം, ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ മാത്രമാണ്. സെർച്ച് എഞ്ചിനിലെ ഒരു ഡാറ്റ എങ്ങനെയാണെന്നറിയില്ല. അതിനകത്ത് ഈ പറഞ്ഞ റിസർച്ച് ആർട്ടിക്കിളും അതിന്റെ ലിങ്കുകളാണ് കാണിക്കുക. അല്ലാതെ ഈ ആർട്ടിക്കിളും ഇവിടെ റെപ്പോസിറ്ററി ആക്കി വെച്ചിട്ട് അതിനകത്ത് മിറർ ചെയ്ത് കാണിക്കുകയല്ല. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ. ഞാൻ പറഞ്ഞ സാറ് മനസ്സിലാവുന്നുണ്ട്. അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നമ്മൾ മനോരമയുടെ ലിങ്ക് വരും, മറ്റൊരു ലിങ്ക് വരും, പക്ഷെ നമ്മൾ ആ ലിങ്ക് വിവരങ്ങൾ അവിടെ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒറിജിനൽ ആർട്ടിക്കിൾ വരുന്നത് ആ സൈറ്റിലാണ്. ആ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട മെറ്റാഡാറ്റയാണ് ഇവിടെ വരുന്നത്, ഗൂഗിൾ സ്കോളർ വരുന്നത്. ഗൂഗിൾ സ്കോളർ അല്ല ഈ പറഞ്ഞ സാധനത്തിലൊക്കെയും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ സ്കോളറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്ത്, ഇതിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്ത ആർട്ടിക്കിൾ അല്ല, അത് ക്ലിയർ ആയി. ഞാൻ അപ്ലോഡ് ചെയ്ത ആർട്ടിക്കിൾ അല്ല, ഗൂഗിൾ സ്കോളർ തനിയെ എന്റെ ID സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഇവിടെ എടുത്താണ്. അത് ഞാൻ ഇറയം എന്ന് പറഞ്ഞ ജേണലിൽ ഗൂഗിൾ സ്കോളർ ഇന്റഗ്രേഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ചെങ്ങഴിയിലോ മറ്റോ വന്ന സാധനം ഒന്നും അവിടെ ഇല്ല. ഇവിടെ സാറിന് നോക്കി കാണാൻ കഴിയും, ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഇടുന്നത് കാണുന്നുണ്ടോ? ഇവിടെ ആഡ് ആർട്ടിക്കിൾസ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ID ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സ്കോളർ തനിയെ സെർച്ച് ചെയ്തുകൊണ്ട് ആ ID-യിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ അത് സെർച്ച് ചെയ്തെടുക്കും. പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് സാറിന് മാനുവലായിട്ട് വേണമെങ്കിൽ ഇവിടെ ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ വായിക്കുന്നുള്ളൂ. മറ്റത് ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്തുകൊണ്ട് അതിനെ ഇൻഡെക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് ചെയ്യുന്ന ആർട്ടിക്കിൾ വായിക്കുന്നത് അതാത് എന്താ പറയുക ജേണലിലായിരിക്കും. പറഞ്ഞ് ക്ലിയർ ആയോ സാറിന്? എന്റെ മെറ്റാഡാറ്റയാണ് ഇവിടെ കിട്ടുക. ക്ലിയർ? അതുകൊണ്ട് അത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അല്ല. സാർ എന്നൊരു സ്വന്തമായിട്ട് ആർട്ടിക്കിൾ ഇവിടെ നിന്ന് അപ്ലോഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതേപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഗൂഗിൾ സ്കോളർ ID ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പലതരം ആർട്ടിക്കിൾ ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആർട്ടിക്കിളുകൾ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ല മാനുവൽ ആയിട്ടെങ്കിൽ ഈ പറയുന്നത് പോലെ
ആഡ് ആർട്ടിക്കിൾ മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ടൈറ്റിൽ, ഓതർ, ഇത്തരം ഡാറ്റയൊക്കെ നിങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെന്നൈ എന്നോ മലയാള പച്ച എന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റാ ഡാറ്റയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആർട്ടിക്കിൾ ഇവിടെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകവ്യാപകമായി വായിക്കപ്പെടുന്നു. ക്ലിയർ ആയി തോന്നുന്നു. അവിടെ നിങ്ങൾ ജേണൽ ഉണ്ട്, കോൺഫറൻസ് പേപ്പർ ആണോ, ചാപ്റ്റർ ആണോ, തിസീസ് ആണോ എന്നൊക്കെ അവിടെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഗൂഗിൾ സ്കോളറിലേക്ക് നിങ്ങളുടെ റിസർച്ച് ഔട്ട്പുട്ടുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോ ഇന്റർഫേസും പരിചയപ്പെടുന്നത്. മാഷ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റിസർച്ച് ഐഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അജയൻ ചോദിച്ചതാ. റിസർച്ച് ഐഡി ഓരോന്നിലും ക്രിയേറ്റ് ഓരോ തരത്തിലാണ്. നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓർക്കിഡ് എന്ന് പറയുന്ന ഇതിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ഇറയം പോലുള്ള ഒരു ചാനലിലാണ് നിങ്ങൾ റിസർച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്തെങ്കിൽ അവിടെ ചോദിക്കാം അത് ഓർക്കിഡ് ഐ ഡി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ഐ ഡികളോ അല്ലെങ്കിൽ ഓർക്കിഡ് അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഓർക്കിഡ് ഉദാഹരണമായിട്ട് ഞാൻ ഓർക്കിഡ് ഐ ഡി എന്ന് നിങ്ങൾ സെർച്ച് എഞ്ചിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇതിപ്പോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ആവുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ എന്താണ് റിസർച്ച് ചെയ്യുന്ന ഡാറ്റയൊക്കെ ബേസിക് ഡാറ്റ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരും. ഇപ്പൊ എന്റെ റിസർച്ച് ഐ ഡി ആണ്. എന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ചില ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് ഓട്ടോമാറ്റിക് ഈ ഐ ഡി വെച്ചുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. അപ്പൊ നേരത്തെ സാറ് ചില ആർട്ടിക്കിൾ കണ്ടില്ല, ഇപ്പൊ മൊബൈൽ ദ ഹോം ഓഫ് ദ ട്രാവലർ അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ഫോക്ക് ഐഡന്റിറ്റി റിഫ്ലക്റ്റഡ് ഇൻ ഐവർ പാർട്ട് ഡിജിമോഡൽ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഓർക്കിഡ് ഐ ഡി വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പൊ അത് ഇവിടെ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ ആർട്ടിക്കിളുകളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ഈ പ്രൊഫൈലിന് താഴെ ഞാൻ എന്തൊക്കെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും മറ്റൊക്കെ ചെയ്യും. ഈ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് പല പല ജേണലുകളിൽ നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. റിസർച്ച് ഗേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡി വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് റിസർച്ച് ഗേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ കാണിക്കുന്ന റിസർച്ച് റാബിറ്റ് എന്ന് പറയുന്നത് എ ഐ ആണ്. വേറെ എ ഐ ആണ്. അതിനകത്ത് പറഞ്ഞിട്ടില്ല. റിസർച്ച് ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. റിസർച്ച് ഗേറ്റ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ റിസർച്ച് ആർട്ടിക്കിളുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് നല്ല മറ്റേ ഗൂഗിൾ ഐ ഡി വെച്ചുകൊണ്ടോ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ എന്റെ റിസർച്ച് ഐ ഡി വേറെ ഐ ഡി വെച്ചുകൊണ്ടാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡി വെച്ചുകൊണ്ടാണ് നോർമലി നമ്മളത് ചെയ്യേണ്ടത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഡി ഉണ്ടെങ്കിൽ പൊതുവെ അത് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാറുള്ളൂ. റിസർച്ച് ഗേറ്റുകളൊക്കെ മിക്കവാറും നിങ്ങൾക്ക് അത്തരം ഐഡികൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. റിസർച്ച് ഗേറ്റ് ഇതേപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വെച്ചുകൊണ്ട് മറ്റു ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിസർച്ച് ഗേറ്റ് ഐ ഡി ഉള്ള ആളുകൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡി ഉള്ള ആളുകൾക്ക് 5 or 10 പേരെയോ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പിലേക്ക് വരാൻ പറ്റും. നോർമലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡികൾ വെച്ചുകൊണ്ട് മാത്രമേ റിസർച്ച് ഗേറ്റ് ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഓരോന്നിനും ഓരോ രീതികളുണ്ട് സാമാന്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതായത് പർട്ടിക്കുലർ സാധനം ഉണ്ടെങ്കിൽ അത് നന്ദി പറയാനായി KKTM ഗവേഷക അപർണയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. PQE കോഴ്സ് വർക്ക് ക്ലാസ്സുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിന്ദു ശർമ്മ ടീച്ചർ, IQSC കോർഡിനേറ്റർ സീമ ടീച്ചർ, മലയാള വിഭാഗത്തിലെ അധ്യാപകരായ ഉഷ ടീച്ചർ, ബഷീർ മാഷ്, യാക്കൂബ് മാഷ് എന്നിവർക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് സ്വാഗതം ആശംസിച്ച ജെൻസി ടീച്ചർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ് നയിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സന്തോഷ് സാറാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യകളെ എപ്രകാരമാണ് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതെന്ന് വളരെ ക്രിസ്പായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരാൻ പോകുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചും മലയാള ഗവേഷണം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തന്ന, ഇത്ര വിശദമായി പറഞ്ഞു തന്നതിന് സാറിന് KKTM മലയാള ഗവേഷണ വിഭാഗത്തിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ.